ഓരോ ജീവിതങ്ങളാണ്. ഓരോ ജീവിതങ്ങളെയും സ്വാംശീകരിച്ചു കഴിയുമ്പോൾ കഥാകൃത്ത് ഒരു ജീവിതപ്പുഴ നീന്തിക്കയറും. ഒരു കഥ പൂർത്തിയാകുമ്പോൾ എഴുത്തുകാരന്റെയും വായനക്കാരന്റെയും മുഖങ്ങൾ ഒരേ ദർപ്പണത്തിൽ തെളിഞ്ഞു കാണും. നാം കെട്ടിയാടാത്ത വേഷങ്ങളില്ല. ഓരോ വേഷപ്പകർച്ചകളും ഓരോ ആട്ടക്കഥകളാണ്. അതുകൊണ്ട് തന്നെയല്ലേ കഥകൾ ജീവിതഗന്ധിയായി തീരുന്നതും. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള നിങ്ങൾക്കായി കഥാമൃതം. ഇത് കഥകളുടെ മാസ്മരിക ലോകം. ഹായ്, ഹലോ, നമസ്കാരം. റേഡിയോ രംഗഫമിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം കഥാമൃതത്തിലേക്ക്. കഥാമൃതത്തിലൂടെ നമ്മൾ എല്ലായ്പ്പോഴും കുറേയേറെ കഥകളാണ് അല്ലെ പരിചയപ്പെടുന്നത്. ഓരോ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു 3 പേരുടെ കഥകളൊക്കെയാണ് നമ്മൾ ഓരോ കഥാമൃതത്തിലൂടെയും പരിചയപ്പെടുന്നത്. കഴിഞ്ഞ കഥാമൃതത്തിൽ നമ്മുടെ പുതിയ ആർജയാണ്, റേഡിയോ രംഗഫമിന്റെ പുതിയ ആർജ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ സുചിത്ര ടീച്ചറാണ് എത്തിയിരുന്നത്. അപ്പോൾ സുചിത്ര ടീച്ചറുടെ കഥാവായനയൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുവാണ്. അപ്പൊ ഇനിയും സുചിത്ര ടീച്ചറുടെ കഥകളൊക്കെ നിങ്ങൾ കേൾക്കുക, പറഞ്ഞിരുന്ന കഥകളൊക്കെ കേൾക്കുക. കുറേയേറെ സംസാരങ്ങളും നമ്മുടെ ചിന്തകളും ഒക്കെ ആയിട്ട് കഥയെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ കഥാമൃതവും മുന്നോട്ട് കൊണ്ടുപോവാം. ഒരിക്കൽ കൂടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം കഥാമൃതത്തിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി ഷാനിലാണ്. നമ്മളോടൊപ്പം കഥ വായിക്കാൻ ഇന്ന് എത്തിയിട്ടുള്ള നമ്മുടെ സ്വന്തം റേഡിയോ രംഗിന്റെ ആർജെ സുചിത്ര ടീച്ചറെ ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് റേഡിയോ രംഗഫമിന്റെ കഥാമൃതത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വളരെ സന്തോഷം. എല്ലാ പ്രേക്ഷകർക്കും എന്റെ എന്താ പറയാ സ്നേഹം. തീർച്ചയായും ടീച്ചർ ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെയുണ്ടായിരുന്നു ടീച്ചർ ആദ്യത്തെ ആ ഒരു അനുഭവം? നമ്മുടെ റേഡിയോ രംഗഫമില് ആർജിയായിട്ട് ആദ്യം എത്തി ആദ്യത്തെ പരിപാടിയിൽ കയറിയപ്പോൾ ഉണ്ടായ ആ ഒരു അനുഭവം എങ്ങനെയുണ്ടായിരുന്നു ടീച്ചർ? തീർച്ചയായിട്ടും നല്ല അനുഭവമായിരുന്നു എനിക്ക്. പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത്. കാരണം നമുക്ക് കഥ ഈ ഒരു ചാനലിലേക്ക് കടന്നു വരാനും അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടും നിർദ്ദേശങ്ങളും ഒക്കെ വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നി. എന്നെ കാത്തിരിക്കുന്നുണ്ട്, എന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊരു തോന്നല് എനിക്ക് അങ്ങനെയാണ്. ഓക്കെ, ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട് ടീച്ചർ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ റേഡിയോ രംഗഫമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിച്ച് കഥാമൃതം കേൾക്കുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. കഥകളെ കുറിച്ച് പറയുമ്പോൾ സുചിത്ര മാഡത്തിന് എന്താണ് ആദ്യമേ കഥകളെ കുറിച്ച് പറയാനുള്ളത്? കവിതകളെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്, കഥകളെ കുറിച്ച് എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത്? കഥകൾ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളായിരിക്കും ഒട്ടുമിക്ക കഥകളും. നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങളുടെ ഒരു വേറിട്ടൊരു കാഴ്ചയായിരിക്കും ഓരോ കഥയും. ഓരോ കഥയിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന ഒരുപാട് കഥാകൃത്തുക്കൾ നമുക്കിടയിലുണ്ട്. നമുക്കിടയിലുള്ള ഓരോ സംഭവങ്ങളും അതുപോലെ ഓരോ കുടുംബങ്ങളുടെ കുടുംബ പശ്ചാത്തലവും സാമൂഹ്യ പശ്ചാത്തലവും ഒക്കെ ഉൾപ്പെടുത്തി നല്ലോണം സന്ദേശങ്ങൾ തരുന്ന കഥകള്, നടന്ന സംഭവങ്ങളുടെ എങ്ങനെയൊക്കെയോ ഉള്ള ഒരുപാട് എന്താ പറയാ ആവിഷ്കാരങ്ങളൊക്കെ. അപ്പൊ കഥ എന്ന് പറയുമ്പോൾ നമുക്ക് വിശാലമായ ഒരു അർത്ഥത്തിൽ തന്നെ കഥ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് കഥ എന്ന് പറയുന്നത്. കവിതയിലാകുമ്പോൾ വളരെ ചുരുക്കി, ഒരു പക്ഷെ എല്ലാവർക്കും കവിത ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ ഒരു കഥ ഏത് സാധാരണക്കാരനും വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ കവിത അതുപോലെയല്ല. കവിതയ്ക്ക് കുറച്ചുകൂടി ആന്തരികാർത്ഥങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു പക്ഷെ ആ വരികള് സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. കഥകൾ എന്ന് പറഞ്ഞാൽ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന അനുഭവങ്ങളുടെ ഒരു തീച്ചുളിയായിരിക്കും ശരിക്കും കഥ എന്ന് പറയുന്നത്. തീർച്ചയായും, വളരെ ശരി. ടീച്ചർ എങ്ങനെയാണ് കഥകളൊക്കെ എഴുതാറുണ്ടോ? കഥകൾ എഴുതാറുണ്ട്. എന്റെ ചെറുകഥാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൃഷ്ണപക്ഷത്തിലെ വെള്ളരി പ്രാവുകൾ. പിന്നെ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ എഴുതും. പിന്നെ ചുമ്മാ ഇരുന്ന് കുത്തിക്കുറിക്കും. ടീച്ചറെ കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ടതുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. നമ്മുടെ റേഡിയോ രംഗിൽ ഇങ്ങനെ ഒരു ആർജയുണ്ട്. അപ്പൊ ആർജയുടെ കഴിവുകൾ എന്താണെന്ന് എല്ലാവരും ആദ്യമേ അറിയാം. ഓക്കെ, ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട് ടീച്ചർ. അപ്പൊ നമ്മുടെ കുറേയേറെ
സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ട്. അപ്പൊ ഞാൻ ആ കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് നമുക്ക് കഥകളിലേക്ക് കിടക്കാം അല്ലേ ടീച്ചർ? തീർച്ചയായിട്ടും അതെ. ഓക്കെ ഓക്കെ. സുകുമാരൻ പ്രസൂന സുകുമാരൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയ സൗഹൃദങ്ങളെ നമസ്കാരം, ആശംസ, സ്നേഹ നമസ്കാരം, ആശംസ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ ലൈവിലേക്ക് സ്വാഗതം സുകുമാരൻ സാർ. ശ്രീധരൻ സാർ സ്നേഹാശംസ നൽകുന്നത് ഒത്തിരി സ്നേഹം അറിയിക്കുന്നുണ്ട് ശ്രീധരൻ സാർ. സുരേഷ് കുമാർ സാർ റേഡിയോ രംഗ് സാരഥികൾ അനുജിക്കും ജിഷമോൾക്കും പ്രിയ അവതാരക സുചിത്രാജിക്കും പ്രിയ കഥാകാരന്മാർക്കും പ്രിയ പ്രേക്ഷകർക്കും സ്നേഹ നമസ്കാരം സുരേഷ് കുമാർ സാർ ഇവിടെ പറയുന്നു. ഒരുപാട് സ്നേഹം അറിയിക്കുന്നുണ്ട് സുരേഷ് സാർ. ദീപക് രാമൻ ഷൂരിനോട് എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞു ദീപക് സാർ ഒരുപാട് സ്നേഹം. നയന എച്ച് ദാസ് എത്തിയിട്ടുണ്ട് കേട്ടോ. വോയിസ് ഡൗൺ ആകുന്നു, ഹെഡ്ഫോൺ മൈക്ക് ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നുണ്ട്. വോയിസ് ഇടയ്ക്ക് ഡൗൺ ആകുന്നുണ്ട്. അപ്പം സുചിത്ര മേഡത്തിന്റെ വോയിസ് ഡൗൺ ആകുന്നുണ്ട്. നമ്മുടെ നയന മേഡം ഇവിടെ പറയുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. ഹായ് ജിഷ എന്ന് ദീപക് രാമൻ സാർ പറഞ്ഞു. ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട് സാർ സ്നേഹം. ഹായ് ജിഷക്കുട്ടി എന്ന് ലക്ഷ്മി ശശി എത്തിയിട്ടുണ്ട്. ഒത്തിരി സ്നേഹവും സന്തോഷവും. ഓക്കെ, ഇത് നമ്മുടെ ദീപക് രാമൻ സാർ സുചിത്ര ടീച്ചർ നമസ്കാരം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ടീച്ചർ. ഓക്കെ ഓക്കെ. സൈമൺ സാർ ഇവിടെ ഇന്നത്തെ കഥാമൃതത്തിലെ അതിഥികൾക്കും റേഡിയോ രംഗ് സാരഥികൾക്കും ആശംസകൾ എന്ന് പറയുന്നുണ്ട് സൈമൺ സാർ ഇവിടെ. ഒത്തിരി സ്നേഹം സൈമൺ സാർ. ശേഖർജി പറയുന്നുണ്ട് സുചിത്ര ടീച്ചർ ജിഷാജി നമസ്കാരം, കഥാസാഗരത്തിന് ആശംസകൾ എന്ന് നമ്മുടെ ശേഖർജി ഇവിടെ പറയുന്നു. ഒരുപാട് സന്തോഷം. നമ്മുടെ കാർത്തികേയൻ ആനന്ദ് സാർ എത്തിണ്ട്. ഹായ് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് കാർത്തികേയൻ സാർ ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കുന്നുണ്ട്. സവിത വിനോദ് സവിത ടീച്ചർ എത്തിയിട്ടുണ്ട്. സവിത ടീച്ചറെ കുറെ നാളുകൾക്ക് ശേഷം എത്തിയല്ലോ, ഒരുപാട് സ്നേഹം അറിയിക്കുന്നുണ്ട്. ശ്രീഹരിയുടെ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ശ്രീഹരി സാർ ഒരുപാട് സ്നേഹത്തോടെ ലൈവിലേക്ക് സ്വാഗതം. സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷവും സ്നേഹം അറിയിക്കുന്നുണ്ട് ശ്രീഹരി സാർ. ഓക്കെ, അപ്പൊ നമ്മൾ കമന്റ്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം സുചിത്ര ടീച്ചർ ഏത് കഥയിലൂടെയാണ് നമ്മൾ ആദ്യം സഞ്ചരിക്കാം? നമുക്ക് ആദ്യം സോളമൻ ജോസഫ് എന്ന കഥാകൃത്തിന്റെ കഥ തന്നെ എടുക്കാം. അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ. അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ അടൂർ സ്വദേശിയാണ്. ഇപ്പോ നിലവിൽ ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് ജോലി ചെയ്യാണ്. പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ കഥകൾ എഴുതുന്നുണ്ട്. 2 പുസ്തകങ്ങൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3ാമത്തെ പുസ്തകമായ ചെറുകഥാ സമാഹാരം വർണ്ണാഭം അടുത്ത് തന്നെ പ്രസിദ്ധീകരിക്കപ്പെടാൻ പോകുന്നു. ഇതാണ് അദ്ദേഹത്തെ കുറിച്ച്. അപ്പൊ അദ്ദേഹത്തിന്റെ കഥ തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം അല്ലേ? കഥ വേനൽ മഴ. പാചകപ്പുരയിൽ നിന്നാൽ സ്കൂൾ ആകമാനം കാണാം. ലീല തന്റെ ജോലിയെല്ലാം ഒതുക്കി വീട്ടിലേക്ക് പോകാൻ തയ്യാറായെങ്കിലും ശരീരമൊട്ടുക്ക് ഒരുതരം മരവിപ്പ് ബാധിച്ചതായി തോന്നി. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂറിലധികം കഴുകി വെച്ച പാത്രങ്ങളുടെ ഇടയിൽ ചടഞ്ഞിരുന്നു. കുഞ്ഞെ, ഞാൻ പോവാ, ഇനി അടുത്ത വർഷം കാണാം, ജീവനോടൊക്കെ ഉണ്ടെങ്കില്. സഹായി പാറുവമ്മ അടുക്കളയുടെ താക്കോൽ ഏൽപ്പിച്ച് പിറുപിറുത്തുകൊണ്ട് മെല്ലെ നടന്നിറങ്ങുമ്പോഴേക്കും പടിഞ്ഞാറൻ വെയിൽ അഴികൾക്കിടയിലൂടെ കള്ളനോട്ടവുമായി ചാഞ്ഞും ചരിഞ്ഞും അകത്തേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ചില ക്ലാസ് മുറികളിൽ ആഘോഷങ്ങൾ പൊടി പൊടിക്കുന്നതിന്റെ ആരവങ്ങൾ ഉയർന്നു കേൾക്കാം. ദൂരെയായി മൈതാനത്ത് കുട്ടികൾ ചിതറിത്തെറിച്ച് നടക്കുന്നതിന്റെ കാഴ്ചകളും കൺകോണിലൂടെ അവ്യക്തമായി കയറിയിറങ്ങി പോകുന്നുമുണ്ട്. മോഹനേട്ടന്റെ മരണത്തെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുന്ന കാലം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ലീലയ്ക്ക് പാചക തൊഴിലാളിയായി ജോലി നൽകുന്നതിൽ PTA-ക്കും മാനേജ്മെന്റിനും യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. പ്രീ ഡിഗ്രി വരെ പഠിച്ച ലീലയ്ക്ക് പാചക ജോലിയിൽ ആദ്യം അത്ര തൃപ്തി തോന്നിയിരുന്നില്ലെങ്കിലും നാളുകൾക്കകം അതുമായി നല്ലവണ്ണം ഇണങ്ങിച്ചേർന്നു. പിന്നീട് അങ്ങോട്ട് മകൾ അനസൂയയുടെ പഠനകാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ഈ ജോലിയിൽ നിന്നുള്ള വേതനം കൊണ്ടാണ് കഴിഞ്ഞു പോയിരുന്നത്. ഇന്ന് ഞാൻ അമ്മയോടൊപ്പം ഇരുന്നാ ഉണ്ണുന്നേ. ഇങ്ങനെ ചില ദിവസങ്ങളിലെ അനസൂയയുടെ പിടിവാശിക്ക് മുമ്പിൽ ലീലയ്ക്കും കുറെയൊക്കെ വഴങ്ങേണ്ടി വരും. അമ്മയും മോളും ഉണ്ടെണീറ്റ് വന്നാലും സ്കൂൾ വരാന്തയിലെ ഊണുവഴിയിലെ സജീവത അല്പനേരം കൂടി നിലനിൽക്കും. പിന്നീട് അമ്മയുടെ വലത്തെ കവിളിൽ ചൂടുമ്മയും നൽകി അവൾ ക്ലാസ്സിലേക്ക് ഓടി അകലുമ്പോ മണിനാഥത്തിന്റെ ആജ്ഞ മിക്കവാറും സ്കൂളിനെ മൊത്തത്തിൽ നിശബ്ദമാക്കി കഴിഞ്ഞിരിക്കും. അനസൂയ സ്കൂൾ പഠനവും പൂർത്തിയാക്കി കോളേജിൽ എത്തിയതിനു ശേഷവും അവധി ദിവസങ്ങളിൽ അമ്മയെ സഹായിക്കാനും
ഒപ്പം ഇരുന്ന് ചോറുണ്ണാനും സ്കൂളിലേക്ക് എത്തുമായിരുന്നു. ഡിഗ്രി പഠനത്തിനിടയ്ക്ക് ട്യൂഷൻ അധ്യാപകനോടൊപ്പം പുത്തൻ ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോയപ്പോഴാണ് ലീലയ്ക്ക് മനസ്സിലായത് അവൾക്ക് കല്യാണപ്രായമായെന്ന്. അവൾ സമ്മാനിച്ച ഏകാന്തതയ്ക്ക് ഒരു അറുതി എന്നത് എന്നും ഈ സ്കൂളും കുട്ടികളുമായിരുന്നു. എന്നാൽ നാളെ മുതൽ വീട്ടിൽ തനിച്ച് എത്ര നേരം? പരീക്ഷ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നവർ യൂണിഫോമിൽ കോറിയിടുന്ന സ്നേഹാക്ഷരങ്ങൾ പഴയ ഓട്ടോഗ്രാഫിനേക്കാൾ മൂല്യമുള്ളതാണോ? അങ്ങനെ അങ്ങനെ മനസ്സിൽ അക്കമിട്ട ചോദ്യചിഹ്നങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. പാചകപ്പുരയിലേക്ക് ചാഞ്ഞു നിന്ന വാഗമരച്ചില്ലയിലിരുന്ന അവസാനത്തെ കാക്കയും അപ്രത്യക്ഷമായി. ക്ഷീണം വിട്ടകന്നപ്പോഴേക്കും ലീല താൽക്കാലിക ചിന്തകൾക്ക് അവധി കൊടുത്ത് പാചകപ്പുരയുടെ താക്കൽ കൂട്ടം മുന്നിൽ 2 മാസത്തോളം നീണ്ടു കിടക്കുന്ന വിജനമായ ജീവിതപാതയിലേക്ക് ഇറങ്ങി നടന്നു. അമ്മേ, ഞാനുണ്ട്. കാവ്യയുടെ ശബ്ദം പിറകിലൂടെ ലീലയ്ക്കടുത്തെത്തി. അവൾ ഓടി വന്ന് ഇടത്തെ കവിളിലേക്ക് സ്നേഹം മുഴുവൻ പകർത്തി വെക്കുമ്പോ ലീലയുടെ കണ്ണും മനസ്സും ഒരേപോലെ നിറഞ്ഞിരുന്നു. അമ്മേ, ഞാൻ ഇന്ന് സ്നേഹാലയത്തിലേക്കില്ല. കാവ്യയുടെ സ്വരമിടറി. കോവിഡ് അനാഥമാക്കിയ കൗമാരമായിരുന്നു അവളുടേത്. വാടക വീട്ടിൽ നിന്ന് സ്നേഹാലയത്തിലേക്കുള്ള മാറ്റവുമായി ഒരിക്കലും പൊരുത്തപ്പെടാൻ കാവ്യയ്ക്കാകുമായിരുന്നില്ല. ഈ സ്കൂളിൽ ചേർന്നപ്പോൾ മുതൽ ലീലയും അവളെ അനസൂയയുടെ അനിയത്തിക്കുട്ടിയായിട്ടായിരുന്നു കണ്ടിരുന്നത്. ഞൊടിയിടയിൽ രൂപം കൊണ്ട കാർമേഘങ്ങളെ നല്ലൊരു വേനൽ മഴയായി പെയ്തിറങ്ങാൻ അപ്പോൾ വീശിയെത്തിയ കാറ്റ് നിർബന്ധിച്ചു കൊണ്ടിരുന്നു. തൊട്ടു പിറകെ വന്ന മിന്നലിനോടൊപ്പം ഇടിയുടെ സൈറനും മുഴങ്ങി. സഞ്ചിയിൽ നിന്ന് നരച്ച കുടയെടുത്ത് നിവർത്തി അതിലേക്ക് കാവ്യയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മഴ ശക്തി ആർജിക്കുന്നതിന് മുൻപേ അതിവേഗം ലീല വീട്ടിലേക്ക് നടന്നു. കഥ അവസാനം. ഓക്കെ, വളരെ നല്ലൊരു കഥയാണല്ലേ? കഥ തീർച്ചയായും അതിൽ ലയിച്ചുകൊണ്ട് തന്നെ സുചിത്ര ടീച്ചർ വായിക്കുകയും ചെയ്തു എന്ന് തന്നെ പറയാം. അത്രയും മനോഹരമായ. തീർച്ചയായും ഒരുപാട് സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു ഈ കഥ വായിച്ചപ്പോ? മനസ്സിന് മുൻപും പലതവണ വായിച്ചിട്ടാണല്ലോ നമ്മുടെ ലൈവിലേക്ക് വരിക. അപ്പോ സുചിത്ര ടീച്ചറുടെ മനസ്സിലേക്ക് ഈ കഥ എങ്ങനെയാണ് എത്തിയത്? ഒരു വായന ചെറിയൊരു വേദന നമ്മുടെ മനസ്സിൽ കോറിയിടുന്നുണ്ട്. ഒറ്റയ്ക്ക് ഒരു മകളെ വളർത്തുന്ന അമ്മ, ആ അമ്മ മകളെ പ്രതീക്ഷിച്ചിട്ട് ജീവിക്കുന്ന, മകളുടെ സ്വപ്നങ്ങളിലൂടെ നടക്കുന്ന, മകൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന, മകളുടെ ചാട്യങ്ങൾക്കും നിർബന്ധങ്ങൾക്കും ഒക്കെ വഴങ്ങുന്ന ഒരു നല്ല ഒരു അമ്മ. പാചക തൊഴിലാളിയായി പ്രീ ഡിഗ്രി വരെ പഠിച്ചെങ്കിൽ പോലും അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി അല്ലെങ്കിൽ പോലും പാചക തൊഴിലാളി എന്ന വളരെ മാന്യമായ ജോലിയായിട്ട് അതിനെ സമീപിച്ച് അതിൻ്റെതായ അന്തസ്സത്ത ഉൾക്കൊണ്ട് അതിനെ ജോലി ചെയ്യുമ്പോൾ ആ മകളെ യാതൊന്നും അമ്മയെ പരിഗണിക്കാതെ സ്നേഹം, അമ്മയ്ക്ക് വേണ്ടുന്ന സ്നേഹം, കവിളിൽ ഉമ്മ കൊടുക്കുന്ന മകള് ഒരു വേള അമ്മയെ വിട്ടകന്ന് ഇഷ്ടക്കാരനോട് കൂടി പോവുകയാണ്. പക്ഷെ തിരിച്ച് ആ മകള് ആ അമ്മയുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരികയാണ്. അമ്മയെ കരുതലോടുകൂടി നോക്കുകയാണെങ്കിൽ തീർത്തും ആ അമ്മയ്ക്ക് ദുഃഖമുണ്ടാവില്ല. പക്ഷെ മകളുടെ മേച്ചിൽപ്പുറങ്ങൾ തേടി സ്വന്തം ഇഷ്ടങ്ങളും സന്തോഷവും തേടിപ്പോയപ്പോ അമ്മയെ മറന്നു. അത് നമുക്ക് വേദന തന്നെയാണ്. ഓരോ അമ്മയുടെയും മനസ്സിൽ കോറിയിടുന്ന വേദന തന്നെയാണ്. പകരം മറ്റൊരു കുട്ടിയെ അമ്മ ചേർത്ത് പിടിച്ച് അവിടെയായിട്ട് സങ്കല്പിച്ച് അവളെ കൂടപ്പിറപ്പായി കരുതിയിരുന്ന ഒരു മകള്, അവളും അനാഥയാണ്. കോവിഡ് അവളെ അനാഥമാക്കി. അവളെ ചേർത്ത് പിടിച്ച് ആ അമ്മ ആ കോരിച്ചൊരിയുന്ന മഴയത്ത് നടന്നു പോകുന്ന രംഗം നമുക്കത് മറക്കാനാവില്ല. വളരെ ഹൃദ്യമായൊരു, എന്താ പറയാ, ഉള്ളിലൊരു നോവുണർത്തുന്ന ഒരു അനുഭവമായി മാറി എന്ന് തന്നെ പറയല്ലേ വേനൽ മഴ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലും ഇപ്പോൾ വേനൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് പറയുന്നത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ശേഖർജിയുടെ കമന്റ് വരെയാണ് വായിച്ചത്. ദേവി നെടിയോട്ടം ദേവി ചേച്ചി എത്തുന്നുണ്ട്. ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട്. രണ്ടുപേർക്കും നമസ്കാരം ആശംസയും നമ്മുടെ സുനിത കലേഷ് ഒരുപാട് സന്തോഷം. അഞ്ജു സന്തോഷം എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി സ്നേഹത്തോടെ ലൈവിലേക്ക് സ്വാഗതം. രൂപേഷ് പണിക്കർ എത്തിയിട്ടുണ്ട്. ഹായ് എന്നുണ്ട്. രൂപേഷ് സാർ ഒരുപാട് സ്നേഹം അറിയിക്കുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയുന്നുണ്ട്. സന്തോഷം അറിയിക്കുന്നുണ്ട്. നയന എഷ് ദാസ് എത്തിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷം അറിയിക്കുന്നുണ്ട്. ശ്രീധരൻ തിക്കോടി, ശ്രീധരൻ കഥയുടെ സ്വരവും ഭാവവും ശ്രദ്ധേയമാണ്, ആശംസകൾ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രീധരൻ സാറൂടെ.
ഓക്കെ. രവീന്ദ്രൻ കവളപ്പാറ, രവീന്ദ്രൻ സാർ കഥാമൃത അഭിനന്ദനം എന്ന് പറയുന്നത് രവീന്ദ്രൻ സാർ ഇവിടെ. ലക്ഷ്മി ശശി, ലക്ഷ്മി ചേച്ചിയുടെ കഥയിൽ അലിഞ്ഞു ചേർന്ന വായന സൂപ്പർ എന്ന് പറയുന്നുണ്ട് ലക്ഷ്മി ശശിയുടെ. ഓക്കെ. ഇത് നമ്മുടെ ദേവി നെടിയൂട്ടം, ദേവി ചേച്ചിയുടെ സൂപ്പർ എന്ന് പറഞ്ഞു. ദേവി ചേച്ചി ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കുന്നുണ്ട്. അജീഷ് ഷൈൻ സാർ ഇവിടെ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട് അജീഷ് സാർ. ശേഖർ ആലത്തൂർ, ശേഖർജിയുടെ പറയുന്നത് സോളമൻ മാഷിന്റെ കഥ വാതിൽ പഴുതിലൂടെ അരിച്ചിറങ്ങുന്ന വെയിൽനാളം പോലെ സുന്ദരം. സുചിത്ര ടീച്ചറുടെ അവതരണം കൃത്യമായി. കഥാകൃത്തിന് അവതാരികയ്ക്കും ആശംസകൾ എന്ന് ശേഖർജി ഇവിടെ പറയുന്നുണ്ട്. സുചിത്ര ടീച്ചർ വളരെ സന്തോഷം സാർ. ഓക്കെ. അഭിരാജ് സിആർ എത്തിന്റെ ഒരുപാട് സന്തോഷം അഭിരാജ് സാർ. ഇറ്റ്സ് ഓസം ഓഫ് ക്രാഫ്റ്റിംഗ് എ ഡീപ്പ് ആൻഡ് ഇമ്പാക്ട്ഫുൾ സ്റ്റോറി ദാറ്റ് റീസണേറ്റ്സ് സോ പവർഫുള്ളി. യുവർ എന്താ പറയാ, സ്റ്റോറി ടെല്ലിംഗ് ഇസ് ട്രൂലി കമൻഡബിൾ എന്നാണ് നമുക്ക് അഭിരാജ് സാർ ഇവിടെ പറയുന്നത്. അത്രയും വളരെ മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയാ സ്റ്റോറി ടെല്ലിംഗ് ആണ് എന്നാണ് നമ്മുടെ അഭിരാജ് സാർ ഇവിടെ അഭിപ്രായപ്പെടുന്നത്. ടീച്ചർ സന്തോഷം സന്തോഷം. തീർച്ചയായും. സുകുമാരൻ പ്രസൂന, സുകുമാരൻ സാർ നല്ല കഥ, വായനയും വളരെ നന്നായിരിക്കുന്ന, ആശംസകൾ അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സുകുമാരൻ സാർ ഇവിടെ. ഓക്കെ. പ്രകാശ് സാർ എത്തിയിട്ടുണ്ട്. പ്രകാശ് സാർ ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കേണ്ട ആശംസകൾ റേഡിയോ രംഗിനും ജിഷക്കുട്ടിക്കും കഥാകൃത്തുക്കൾക്കും എന്ന് പറയുന്നുണ്ട്. പ്രകാശ് സാർ ഒരുപാട് സ്നേഹവും സന്തോഷവും. ഹായ് വന്നുട്ടോ നമ്മുടെ ഹരിദാസ് കൃഷ്ണ, ഹരിദാസ് സാർ പറയുന്നുണ്ട് ഒരുപാട് സ്നേഹം അറിയിക്കേണ്ട ഹരിദാസ് സാർ. ലൈവിലേക്ക് സ്വാഗതം. സോളമൻ ജോസഫിന്റെ വേനൽ മഴ നല്ല കഥ, ഹൃദ്യമായ വായന, ആശംസയും സൈമൺ തൊടുത്തോട് സൈമൺ സാർ ഇവിടെ പറയുന്നു. ദെൻ നമ്മുടെ സോളി അനിൽ, സോളി മാഡത്തിന്റെ ആശംസകളുണ്ട്. സോളി മാഡം കുറെ നാളുകൾക്ക് ശേഷം ഒത്തിരി സ്നേഹം അറിയിക്കുന്നുണ്ട്, ആശംസ നൽകുന്നുണ്ട്. ശ്രീഹരി സാർ ഇവിടെ പറഞ്ഞ ആശംസ മനോഹര എന്ന് പറയുന്നുണ്ട്. ശ്രീഹരി സാർ ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കുന്നുണ്ട്. ഓക്കെ. ദെൻ നമ്മുടെ നയന യേശുദാസ്, നയന മാഡം ഇവിടെ പറഞ്ഞു ഒരുപാട് സന്തോഷം, എന്റെ അമ്മയുടെ കഥാവതരണം ഇങ്ങനെ ലൈവിൽ കേൾക്കാൻ സുഖമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ടീച്ചർ. അപ്പൊ മകളിവിടെ സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ ലൈവിലൂടെ അമ്മയുടെ കഥാവായന കേൾക്കാൻ എന്ന് പറയുന്നുണ്ട്. താങ്ക്സ് മോളെ. ഒരുപാട് സന്തോഷം. നയന എന്ത് ചെയ്യാണ് ഇപ്പോ? LLBക്ക് പഠിക്കുന്നു. എവിടെയാണ്? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. ഓക്കെ. ഒരുപാട് സന്തോഷം. നയന ലൈവിലേക്ക് വന്നതിന് ഒത്തിരി സ്നേഹവും സന്തോഷം അറിയിക്കുന്നുണ്ട്. അബ്ദുൽ കരീം സാർ ഇവിടെ ആശംസ നൽകുന്നുണ്ട്. അബ്ദുൽ കരീം സാർ ഒരുപാട് സ്നേഹത്തോടെ ലൈവിലേക്ക് കൃത്യമായ സ്വാഗതം അറിയിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കമന്റ്സ് എല്ലാം വായിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇനി എല്ലാവരും കഥയെ കുറിച്ച് എല്ലാവരും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും മിക്കവാറും. അപ്പൊ നമുക്ക് അടുത്തൊരു കഥയിലേക്ക് പോകുമ്പോൾ ഈ സോളമൻ സാറിന്റെ ഈ വേനൽ മഴ എന്നുള്ള കഥ ഇനി പ്രസിദ്ധീകരിക്കാൻ പോകുന്ന വർണ്ണാഭം എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നെടുത്ത ഒരു കഥയാണ്. അതെ, ആ വർണ്ണാഭം എന്ന ബുക്കിലെ എല്ലാ രചനകളും ഏകദേശം ഇതുപോലെ കരളലിയിപ്പിക്കുന്ന കഥകളാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ തീർച്ചയായിട്ടും മാഷിന്റെ പുസ്തകങ്ങളിലും അതുപോലെ തന്നെ രചനയും ഒക്കെ മനസ്സിലേറ്റി വായിക്കുക, മാഷെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ. അതിപ്പോ നമ്മുടെ കഥാസാഗരം എന്നുള്ള പരിപാടി ഉണ്ടാവും, ഒരു പുസ്തകം പൂർണ്ണമായും പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി ഉണ്ടാക്കുക ചന്ദ്രബിന്ദു മാഡത്തില്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ പബ്ലിഷിംഗ് കഴിഞ്ഞ ഉടനെ റേഡിയോ രംഗിലേക്ക് അയച്ചാൽ തീർച്ചയായും നമുക്ക് അത് പരിചയപ്പെടുത്താം അദ്ദേഹത്തെ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ അതിലെ എല്ലാ കഥകളും പരിചയപ്പെടുത്തും. ഓക്കെ. ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട്. കമന്റ്സ് ഇട്ട് എല്ലാവർക്കും ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത കഥയിലേക്ക് പോവാം അല്ലെ ടീച്ചർ? നമുക്ക് അടുത്ത കഥ ദീപാറാണി മേഡത്തിന്റെ ചവിട്ടിക്കൊന്നത എന്നാണ് കഥയുടെ പേര്. അതിനു മുൻപ് മാഡത്തെ കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ പറയാം. മാഡം ട്രിവാൻഡ്രം ജില്ലയിലെ കിളിമാനൂരാണ് താമസം. UP സ്കൂൾ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം എഴുതും. അടുത്ത് തന്നെ മാഡത്തിന്റെ ഒരു കഥാസമാഹാരം പുറത്തിറങ്ങാൻ പോകുന്നു. മാഡം എഴുത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു എന്താ പറയാ ഒട്ടേറെ പ്രതീക്ഷകളുമായി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് മാഡത്തിനെ ഇതിലൂടെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ മാഡത്തിന്റെ കഥയിലേക്ക് കിടക്കാം അല്ലേ? മേഡത്തിന്റെ കഥ ചവിട്ടിക്കൊന്നത. ചിന്ന പുറപ്പെട്ടു പോയത് ആദ്യം അറിഞ്ഞത് ഞാനാണ്. ആദ്യം അറിയേണ്ടതും ഞാൻ തന്നെ. പക്ഷേ ചിന്നയ്ക്ക് എന്തു സംഭവിച്ചെന്നോ എവിടെ പോയെന്നോ മറ്റാരെയും പോലെ എനിക്കും അറിയില്ല. ഞങ്ങളുടെ വീടുകൾക്കിടയിൽ ദിവാകരേട്ടൻ കെട്ടിയുയർത്തിയ വലിയൊരു മതിലുണ്ടെങ്കിലും
ഞങ്ങളുടെ മാനസിക അടുപ്പത്തിന് കാൽ മതിൽ പൊക്കം പോലും തടസ്സമായിട്ടില്ല. മഞ്ഞുതുള്ളികൾ ഉമ്മ വെച്ചുണർത്തുന്ന എൻ്റെ ഗേറ്റിൽ അവളുടെ കൈവിളക്കിലുക്കത്തിനായി പ്രഭാത സൂര്യനോടൊപ്പം ഞാനും കാതോർക്കും. 10 കിലോ നിറപറയുടെ കാലിച്ചാക്കിൽ പരസ്പരം കെട്ടിപ്പിടിച്ചുറങ്ങുന്ന പാൽക്കുപ്പികളുമായി ചിന്ന എത്തുമ്പോ എന്റെ സാന്നിധ്യം ഗേറ്റ് തുറന്നിട്ടുകൊണ്ട് ഞാനും അറിയിക്കും. ചിന്നയെ കണി കാണുന്നത് കൊണമല്ല എന്ന് വിചാരിക്കുന്നവരുടെ ഗേറ്റിന്റെ കൊളുത്തിലോ ചെടിയുടെ ചില്ലയിലോ തൂക്കിയിട്ടിരിക്കുന്ന കവറിൽ അവൾ പാൽക്കുപ്പി നിക്ഷേപിക്കും. ഞങ്ങൾ പുതുപ്പുലരി കണ്ടു ഉണരാൻ തുടങ്ങിയിട്ട് 40 കൊല്ലമായി. ഞങ്ങൾ തമ്മിൽ പൊക്കിൾക്കൊടി ബന്ധമാണ്. അയൽപ്പക്കക്കാരായ 2 അമ്മമാരുടെ പൊക്കിൾക്കൊടി വിച്ഛേദിച്ച് ഞങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് 40 കൊല്ലം മുമ്പ് ഒരു ദിവസം ഏതാണ്ട് ഒരു സമയത്താണ്. പാടവരമ്പിലിരുന്ന് വയലിലേക്ക് ഒരുമിച്ച് മൂത്രമൊഴിച്ചതിന്റെ ഓർമ്മകളുണ്ട് ഞങ്ങൾക്ക്. മണലിൽ വിരലുകൊണ്ട് ആദ്യം എഴുതിയപ്പോഴുണ്ടായ നോവിന്റെ നനവുകളുണ്ട്. ഞങ്ങൾക്കിടയിൽ അവളോട് കൂട്ടുകൂടി നടക്കുന്നതിന് എൻ്റെ അച്ഛൻ എന്നെ തല്ലിയതിൻ്റെയും പരസ്പരമുള്ള വക്കാണങ്ങളിൽ ഞാൻ അവളെ തല്ലിയതിൻ്റെയും പാടുകൾ ഞങ്ങൾ പരസ്പരം കണ്ടറിഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ചിന്നയുടെ വീടിന്റെ പരിസരത്ത് ആള് കൂടി തുടങ്ങി. അവളുടെ കരസ്പർശം ഏൽക്കാത്തതിനാൽ അകിട് പെരുത്ത പശുക്കൾ കാലുകൾ മാറ്റി മാറ്റി ചവിട്ടുന്നുണ്ട്. പശുക്കിടാങ്ങൾ നിറഞ്ഞ അകിടിനെ നോക്കി കൊതിത്തുള്ളികൾ ഇറ്റിക്കുന്നു. മീന്തല തിന്ന് 2 പ്രസവത്തിലുള്ള 8 മക്കൾ ചത്തിട്ടും വീർത്ത വയറുമായി മീൻ കഴുകുന്നത് നോക്കി നീട്ടിക്കരയുകയാണ് ചിന്നയുടെ സുറുമിപ്പൂച്ച. അതിനിടയിൽ ചിന്നയുടെ അപ്പൻ വേലിച്ചെട്ടിയാർ പശുവിനെ കറക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. തികഞ്ഞ കായികാഭ്യാസിയെ പോലെ പശു ഒറ്റ ചവിട്ട്. വേലിച്ചെട്ടിയാർ വീണത് കുറച്ചകലെ. പശുവിന്റെ ചവിട്ട് ഒരു നിമിഷം ഒരു പഴയ ചവിട്ട് അയാളെ ഓർമ്മപ്പെടുത്തി. മീൻകറിക്ക് ഉപ്പ് പോരാന്ന് പറഞ്ഞ് ഒറ്റ ചവിട്ടായിരുന്നു. ചിന്നയുടെ അമ്മ കനക ചെന്ന് വീണത് 4 അടി ദൂരത്തിൽ. തലയുടെ പിറകു ഭാഗം ഇടിച്ചു വീണ അവർ പിന്നെ കണ്ണു തുറന്നില്ല. വായി നിറയെ ചോറുമായി കണ്ണു തള്ളിയിരുന്ന കുഞ്ഞു ചിന്നയെ നോക്കി. ഇതാരോടെങ്കിലും പറഞ്ഞാ ഉരുപ്പേ നിന്നെ കൊന്നളയും എന്നയാൾ ഭീഷണിപ്പെടുത്തിയെങ്കിലും ചിന്നയുടെ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വേലുക്കുട്ടി ചെട്ടിയാരെ ജീവപര്യന്തം ശിക്ഷിച്ചത്. അപ്പ ചവിട്ടിക്കൊന്നതാ, ഞാൻ കണ്ടതാ, അവൾ എല്ലാവരോടും പോലീസിനോടും കോടതിയോടും ഒക്കെ പറഞ്ഞു. വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു. കുറെ പേരെങ്കിലും ഒരാചാരമെന്ന നിലയിൽ കിണറ്റിലെത്തി നോക്കി. ഇനി കിണറ്റിലെങ്ങാനും ചാടിക്കാണുമോ? ഒരു സംഘം വീടിന്റെ മുക്കും മൂലയും പരിശോധിച്ചു. മറ്റൊരു സംഘം ആൺപിള്ളേരെല്ലാം പരിസരത്തുണ്ടോന്ന് വീക്ഷണം നടത്തി. പിന്നെ കുറച്ചുപേർ കടലിന്റെ ഇരമ്പൽ കേട്ട് അങ്ങോട്ടേക്ക് ഓടി. കടലിൽ ചാടിയ 3-ാം പക്കമേ പൊന്തോ, ആരോ പറഞ്ഞു. ചിന്ന ഇനി ഭർത്താവ് പഴനിയെ തേടി പോയതായിരിക്കുമോ? അമ്മയുടെ മരണത്തിന് പ്രതികാരമെന്ന നിലയിൽ വിവാഹമേ വേണ്ടെന്ന് വെച്ചതായിരുന്നു ചിന്ന. ആങ്ങള രഘു കൊപ്ര വിൽപ്പനക്കാരൻ പഴനിയുമായി ചിന്നയുടെ കെട്ടുറപ്പിച്ചു. ഞാൻ പോണില്ല രഘുണ്ണ, എനിക്കിവിടെ നിന്നാ മതി, അവൾ വാദിച്ചു നോക്കി. പഴനിയുടെ വീട്ടിൽ നിന്നും പല വട്ടം അവൾ തിരികെ വന്നു. ഇനി പോകുന്നില്ല എന്ന തീരുമാനത്തിൽ. കെട്ടിച്ചുവിട്ട പെണ്ണ് പൊറുക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാ, രഘു കർശനമായി പറഞ്ഞു. രഘുവിന്റെ ഭാര്യ ലോലിതയും പറഞ്ഞു നോക്കി. ചിന്ന ഇവിടെ നിന്നോട്ടെ, എനിക്കൊരു കൂട്ടാവല്ലോ. ലോലിതയുടെ അച്ഛൻ മരിച്ചിട്ട് അവരങ്ങോട്ട് മാറുന്നത് വരെ ചിന്ന പഴനിയെ സഹിച്ചു. നാഴിയേരിക്ക് ഉപകാരമില്ലാത്തവൻ എന്ന് പ്രാഗി കഴിഞ്ഞുകൂടി. ആങ്ങള വീടൊഴിഞ്ഞു പോയപ്പോ അവൾ വീട്ടിലേക്ക് വന്നെങ്കിലും വേലിച്ചെട്ടിയാരുടെ ചവിട്ട് അവളെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. ജയിൽ മോചിതനായി വരുന്ന അയാൾ തന്നെയും കൊല്ലുമോ എന്ന് ഭയപ്പെട്ടെങ്കിലും പുതിയൊരാളായാണ് ചെട്ടിയാർ തിരികെ വന്നത്. ചിന്ന പശുക്കളെ മേയ്ക്കാനെന്നും ഞങ്ങളുടെ പറമ്പിലെത്തും. പുല്ലുമേഞ്ഞ പശുക്കളുടെയും വർത്തമാനം പറഞ്ഞ് ഞങ്ങളുടെയും വയർ നിറയും. 2 കയറുകളിൽ 2 പശുക്കളെയും തെളിച്ചുകൊണ്ടുള്ള ചിന്നയുടെ പോക്ക് എന്റെ കണ്ണ് നനയ്ക്കും. വേലിച്ചെട്ടിയാരുടെ വീടിന്റെ മുൻവശത്തൊരു കോണിൽ കൊപ്രയാട്ടുന്ന ചക്ക് ഇപ്പോഴുമുണ്ട്. ജയിലിൽ നിന്നും വന്നതിന് ശേഷവും അയാൾ അതിനെ കാത്തു സൂക്ഷിച്ച്. ചക്കിലാട്ടാൻ കൊപ്രയോ ചക്ക് കറക്കാൻ കാളകളോ ഇല്ല. കാളകളെ തെളിക്കാൻ ചെട്ടിയാർക്ക് വയ്യതാനും. എങ്കിലും അതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ചെട്ടിയാരുടെ മനസ്സിലൂടെ പല വർണ്ണത്തിലുള്ള തേങ്ങകൾ നിറഞ്ഞ തെങ്ങിൻ മണ്ടകളും
തേങ്ങ ചുമന്ന് കുന്നുകൾ കയറി ഇറങ്ങിയതും പാരമുനിയിൽ തേങ്ങകളുടെ തൊണ്ട അഴിച്ചതുമൊക്കെ തെളിഞ്ഞു വരും. നല്ല നാഴി വെളിച്ചെണ്ണ കൂട്ടി ചോറിന്റെ കാലം മറന്നു. അയാൾ ഒഴിഞ്ഞ ചക്കിനെ നോക്കി നെടുവീർപ്പിടും. പഴനിയുടെ വീട്ടിൽ നിന്നും വന്ന ചിന്ന അയാൾ വിറ്റേന്റെ ബാക്കി ഇത്തിരി പൊന്നും കുറച്ച് കടവുമൊക്കെ ആയിട്ടാണ് പശുക്കളെ വാങ്ങിയത്. അവറ്റയിലൂടെയാണ് നാഴിയേരിയുടെ ചോറും ഇത്തിരി മീൻചാറും കൊണ്ട് 2 വയറുകൾ നിറയ്ക്കുന്നത്. പകൽ പാതിയിലേറെയായിട്ടും ചിന്നയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. വേലിച്ചുട്ടിയാർ താടിക്ക് കൈയും കൊടുത്ത് ചക്കിനരികിൽ ഇരിപ്പുണ്ട്. രഘു കൂടപ്പിറപ്പിന്റെ തിരോധാനത്തെക്കുറിച്ച് ആരോടൊക്കെയോ ചർച്ച ചെയ്യുന്നു. ലോലിത വിഷമിച്ച മുഖത്തോടെ മൂക്ക് പിടിഞ്ഞ് മാക്സിയിൽ തേച്ചുകൊണ്ട് കസേരയിൽ ചടഞ്ഞിരിക്കുന്നു. എന്റെ ചിന്ത അതല്ല. ഞാൻ അറിയാത്ത ഒരു രഹസ്യവും ചിന്നയ്ക്കില്ല. എന്നിട്ട് ഞാൻ പോലും അറിയാതെ അവളെ എവിടെ പോയതാണ്? ഇന്നലെ രാവിലെ പാല് കൊണ്ടുവന്നപ്പോഴും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അവളുടെ ചിരി മഴയ്ക്ക് തൊട്ടു മുമ്പുള്ള വെയില് പോലെയാണ്. ഒരു കാർമേഘത്തുണ്ട് ചിരിക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. പാൽ നിറഞ്ഞ അകിട് പൊട്ടാറായ ചിന്നിയുടെ പശുക്കളെ ആരോ കറന്നു. പശുക്കൾക്കും കന്നുകൾക്കും അവിടെ കൂട്ടം കൂടിയവർക്കും ഒപ്പം എനിക്കും ആശ്വാസം. ചെട്ടിയാരെ, ഒരു വെള്ളക്കടലാസിൽ പരാതി എഴുതി സ്റ്റേഷനിൽ കൂടെ എന്ന് ആരൊക്കെയോ പറഞ്ഞു. ഇനി പോലീസ് അന്വേഷിക്കട്ടെ എന്ന ചിന്തയിൽ ഓരോരുത്തരെ പിരിഞ്ഞപ്പോ ഞാനും വീട്ടിലേക്ക് വന്നു. ദിവാകരേട്ടൻ വീട്ടിലുണ്ടായിരുന്നു. ഇങ്ങേരെന്താ അങ്ങോട്ട് വരാതിരുന്നെന്ന് ഞാൻ ചിന്തിച്ചു. നിങ്ങളെ അപ്പുറത്തൊന്നും കണ്ടില്ലല്ലോ, അതെന്താ? എന്റെ അസാന്നിധ്യത്തെ ഈർഷ്യയോടെ നേരിട്ട ദിവാകരേട്ടനോട് ഞാൻ ചോദിച്ചു. ഞാൻ ഇവിടെ നിന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, അങ്ങോട്ട് വന്നില്ലെന്നേ ഉള്ളൂ. അയാൾ അലസമായ മറുപടി പറഞ്ഞു. അടുക്കളയിലേക്ക് നടന്ന എന്നെ ദിവാകരേട്ടൻ വീണ്ടും വിളിച്ചു. എടി, നിന്നോടൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ എന്ന ചോദ്യവുമായി അടുക്കള വാതിൽക്കൽ ഞാൻ നിന്നു. വേറൊന്നുമില്ല, ഞാൻ ഇന്നലെ നിന്റെ ചിന്നയുമായി ഉടക്കി. ഞാൻ കഷ്ടപ്പെട്ട് നട്ട് വെള്ളം കോരി വളർത്തിയ 10 മൂട് വാഴക്കന്ന അവരുടെ പശു ഇന്നലെ കയറഴിഞ്ഞു വന്ന് തിന്നത്. പശുവല്ലേ ദിവാരേട്ടാ, അതിനറിയോ അത് തിന്നുകൂടാത്താണെന്ന്? ഞാൻ പശുവിന്റെ ഭാഗം ചേർന്നു. ദിവാകരേട്ടൻ തുടർന്നു. പശുവിനറിയില്ലെങ്കിലും അവളതറിയണ്ടേ? ഇത് എത്രാമത്തെ പ്രാവശ്യ എന്റെ വിളകൾ അവളുടെ പശു നിന്ന് നശിപ്പിക്കുന്നത്? നീയാ എല്ലാറ്റിനും ഒത്താശ ചെയ്യുന്നത്. അല്ല, അതും ചിന്നയെ കാണാത്തതും തമ്മിൽ എന്താ ബന്ധം? അതിന് ബന്ധമൊന്നുമില്ല. എങ്കിലും ഇന്നലെ ഞാൻ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഒരു കന്നിന് 2000 രൂപ വെച്ച് 20,000 രൂപ തന്നില്ലെങ്കിൽ അവളുടെ പേരിൽ കേസ് കൊടുക്കുമെന്ന് ഞാൻ ഭീഷണിപ്പെടുത്തി. എന്നാ താൻ കൊണ്ടുപോയി കേസ് കൊട് എന്നായി അവള്. എന്നിട്ടെന്താ? ഞാൻ എന്തൊക്കെയോ വെല്ലുവിളിച്ചു. അവളും ചെറുത്തു നിന്നു. അവസാനം ഞാൻ പറഞ്ഞു, ഒറ്റ ചവിട്ടിന് കൊന്നുകളയുമെന്ന്. അത് പറഞ്ഞപ്പോ അവൾ നിശബ്ദയായി. വല്ലാതെ ഭയന്നു. എന്നെ നേരിടാനാവാതെ ദൂരോട്ട് നോക്കി നിന്നയാൾ തുടർന്നു. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയിടി. ഇന്നലെ മിലിറ്ററി സാധനം കിട്ടിയ ദിവസമായതുകൊണ്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. രാവിലെ ക്ഷമ പറയാൻ നോക്കിയിട്ട് കണ്ടതുമില്ല. ദിവാകരേട്ടന് നല്ല കുറ്റബോധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുറച്ചുനേരം അമ്മയെ കാണാൻ വീട്ടിൽ പോയ നേരത്താണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. സാരമില്ല, നിങ്ങൾ വിഷമിക്കാതിരിക്കെ. ചിന്ന തിരികെ വരുമ്പോ നമുക്ക് അവളോട് ക്ഷമ ചോദിക്കാം. എന്റെ വാക്കുകൾ അയാൾക്ക് ആശ്വാസമായെങ്കിലും ചിന്ന എവിടെ എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്റെ ഉള്ളിലെത്തി ആര് കെടുത്തും? എനിക്ക് നഷ്ടമായത് സത്യത്തിൽ എന്നെ തന്നെയല്ലേ? എന്തോ അത്യാവശ്യ കാര്യത്തിന് അവൾ പോയതാകാം. ഫോൺ കൊണ്ടുപോകാൻ മറന്നുപോയിട്ടുണ്ടാകും. അവളുടെ തിരിച്ചുവരവിനായി ഞാനും ദിവാകരേട്ടനും അകമഴിഞ്ഞു പ്രാർത്ഥിച്ചു. പുറത്ത് നല്ല മഴ, ശക്തമായ ഇടിയും മിന്നലും. മഴയിൽ നനഞ്ഞൊട്ടിയ ഒരു രൂപം എന്റെ ഗേറ്റിന് മുന്നിലൂടെ പോകുന്നു. മിന്നലിൽ ഞാൻ വ്യക്തമായി കണ്ടു അവളെ, എന്റെ ചിന്നയെ. വരിതെറ്റി വന്ന ഏതോ ഒരു ഉറുമ്പ് ഉറക്കത്തിലായിരുന്ന എന്റെ കാലിൽ ശക്തിയായി കടിച്ചതുകൊണ്ട് പിന്നീട് എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ല. എത്ര ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കഥയാണല്ലേ ചവിട്ടിക്കൊന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു വായിച്ചപ്പോ ടീച്ചർക്ക്? ഇതും വളരെ നൊമ്പരമുണർന്നൊരു കഥ. ഹൃദയത്തിലെ ഭാര്യയെ വെറും ഒരു എന്താ പറയാ, മീൻകറിക്ക് ഒരു ഉപ്പ് പോരാ, നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കടിക്കുന്ന, മദ്യത്തിന്റെ ആലസ്യത്തില് അല്ലെ മദ്യത്തിന്റെ ലഹരിയില്
എല്ലാം മറക്കുന്ന ഒരുപാട് ഗൃഹനാഥന്മാർക്ക് ഒരു ഇതാണ്. നിരവധി വീടുകളിൽ അങ്ങനെയുണ്ട് സംഭവങ്ങൾ. എൻ്റെ അനുഭവങ്ങളിൽ തന്നെയുണ്ട്. എൻ്റെ അയൽപക്കങ്ങളിൽ നമ്മൾ നിരീക്ഷിക്കുന്ന ഒരു സമൂഹത്തിലെ മറ്റു കുടുംബങ്ങൾ ഒക്കെ ഉണ്ട്. ചെറിയ നിസാര കാര്യങ്ങൾക്ക് മദ്യപിച്ചു വന്ന് ഭാര്യയോട് വഴക്കടിച്ച്, ഒരു പക്ഷെ അവർ ചെയ്യുന്നത് ആ സമയത്ത് അവരുടെ ആ ഒരു മദ്യത്തിന്റെ ഒരു ലഹരിയിൽ അവർ ചെയ്യുന്ന ഒരു കൃത്യം അത് ജീവിതത്തിൽ എന്നേക്കുമായിട്ടുള്ള ഒരു എന്താ പറയാ ഫുഡും പാതകമായിരിക്കും. ചവിട്ടിയതാണ് അവരെ, അല്ലെ? അവര് പോയി വീണോ, അവര് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയത് അയാൾക്കല്ല, ആ കുട്ടിക്കാണ്. ഓരോ രക്ഷിതാവും അതാണ് ചിന്തിക്കേണ്ടത്. മദ്യപാനം കുടുംബത്തിനെ കുടിയെ കിടത്തുന്നു പറയില്ലേ, അതിനൊരു പാഠമാണ് ഈ കഥ. അദ്ദേഹം ജയിലിലേക്ക് പോയി, പക്ഷെ തിരിച്ചു വന്നപ്പോൾ നല്ലൊരു മനുഷ്യനായി തിരിച്ചു വന്നു എന്നുള്ളത് പറയുന്നുണ്ട് കഥയിൽ. അത് നല്ലൊരു സന്ദേശമാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്തു, എല്ലാം നല്ലൊരു വ്യക്തിയായി, അനുഭവം കൊണ്ട് അദ്ദേഹം അതിനകത്തിരുന്നു കൊണ്ട് കുറെ പഠിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. തിരിച്ചു വരുമ്പോൾ നല്ലൊരു വ്യക്തിയായി തിരിച്ചു വന്നു. പക്ഷെ ആ കുട്ടി വീണ്ടും ഒറ്റപ്പെട്ടു. അച്ഛനുണ്ടെങ്കിൽ തന്നെയും ഒറ്റപ്പെട്ട ഒരു ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലൂടെ പോകുമ്പോഴും വീണ്ടും പ്രശ്നങ്ങള്. അവളെവിടെയോ വായനക്കാരിലേക്ക് ചോദ്യമിട്ട കഥാകാരി നമ്മളെയെല്ലാം ആശയക്കുഴപ്പത്തിലാക്കുന്നു. അവൾക്ക് എന്ത് സംഭവിക്കാമെന്നുള്ള നമ്മൾ ഉദ്വേഗജനകമായ ഒരു കഥ എന്ന് തന്നെ പറയാം. ഈശക്കുട്ടി, വളരെ നല്ല കഥ. വളരെ വിഷമം തോന്നിയ കഥ. ടീച്ചർ അത് എത്ര ഹൃദയസ്പർശിയായിട്ടാണ് വായിച്ചു തന്നത്. വളരെ എന്താ പറയാ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആ കഥയുടെ ഓരോ രംഗങ്ങളും മനസ്സിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങും. ആ ഉറുമ്പ് കടിച്ചു എന്ന് അവസാനം പറയുമ്പോൾ നമ്മളിലേക്ക് അറിയാതെ ഒരു ഉറുമ്പ് ഒന്ന് കടിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പോ നിന്നിരുന്ന സ്ഥലത്തേക്കല്ല നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകേണ്ടത് എന്നാണ് അവസാനം പറയുന്നത്. നിങ്ങൾ അതിലേക്ക് തിരിച്ചു വരിക എന്നാണ് അത് വീണ്ടും ആ ഉറുമ്പ് കടിയിലൂടെ മനസ്സിലായത്. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കഥ. ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, പ്രേക്ഷകർ പിന്നെയും വായിക്കാം, വീണ്ടും എടുത്ത് വായിക്കാം, ഷെയർ ചെയ്യാം. അങ്ങനെ ആ ഒരു സൗകര്യത്തിന് വേണ്ടി ആ കഥ ഞാൻ 2 കഥകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അടുത്ത കഥ നമുക്ക് വായിക്കുന്ന സമയത്ത് തന്നെ നമുക്കിടാം. അപ്പൊ ടീച്ചർ വായിക്കുമ്പോൾ നിങ്ങൾക്കും ആ കഥ വായിച്ച് പോകും. അപ്പൊ നമുക്ക് അതിനെ അങ്ങനെ ചെയ്യാം. അപ്പൊ കുറച്ച് കമന്റ്സ് ഉണ്ട് ടീച്ചർ, അപ്പൊ നമുക്ക് അതിലേക്ക് ഓക്കെ. കമന്റ്സിലേക്ക് പോകുമ്പോ നമ്മുടെ എവിടം വരെ വായിച്ചേ? അജിത ചേച്ചി ആശംസ നൽകുന്നുണ്ട്, ഒരുപാട് സന്തോഷം, സ്നേഹം അറിയിക്കുന്നുണ്ട്. അതെ, നമ്മുടെ അബ്ദുൽ കരീം സാർ ഒരുപാട് സന്തോഷം. ഓക്കെ, സേലിയ ജോസഫ് എത്തിയിട്ടുണ്ട്, ഒരുപാട് സ്നേഹവും സന്തോഷം അറിയുന്നുണ്ട്. സോളമന്റെ കഥ ഇങ്ങനെ കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം, അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സെലിയ മേഡം. ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിച്ചുകൊണ്ട് ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം അറിയിക്കുന്നുണ്ട്. അതെ, നമ്മുടെ SNGC വർക്കിൽ ഇവിടെ പറയുന്നുണ്ട്, കഥാമൃതം വളരെ അവതരണ ശൈലി കൊണ്ട് വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. പേരുപോലെ അമൃതം തന്നെയാണ് ഇതിലെ ഓരോ കഥകളും എന്ന് തോന്നുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നുണ്ട് SNGC വർക്കലോട്. സുമിത്ര ടീച്ചർ, നന്ദി, വളരെ സന്തോഷം. തീർച്ചയായും. അജിത കെ സജീഷ് ചേച്ചി ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കുന്നുണ്ട്. ലൈവിലേക്ക് കൃത്യമായ സ്വാഗതം. ജയചന്ദ്രൻ സി പെരിങ്ങാനം, ജയചന്ദ്രൻ സാർ പണ്ട് സുചിത്ര ടീച്ചറിന്റെ പാരായണം കഥയ്ക്ക് വല്ലാത്തൊരു വാങ്മയ ചിത്രം കേൾവിക്കാരന്റെ ഉള്ളിൽ തെളിഞ്ഞു വരാൻ കാരണമാവുന്നുണ്ട്. അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജയചന്ദ്രൻ സാർ. ഒരുപാട് സ്നേഹം. അജി ചേച്ചി ഒരുപാട് സ്നേഹമുണ്ട്. ഷാജി മച്ചിലോട്ട് ഷാജി സാർ ലൈക്ക് ചെയ്യുന്നുണ്ട്, ഒത്തിരി സ്നേഹം അറിയിക്കുന്നുണ്ട് സാർ. ഷർഫുദ്ദീൻ സാർ ആശംസ നൽകുന്നുണ്ട്, സന്തോഷം അറിയിക്കുന്നുണ്ട്. അജിതൻ ചിറ്റാട്ടുകര, അജിതൻ സാർ ഇവിടെ ആശംസകൾ നൽകുന്നുണ്ട്, സ്നേഹം അറിയിക്കുന്നുണ്ട്. നമ്മുടെ ഷാമിന സുരേഷ്, ഷാമിന ടീച്ചർ ഇവിടെ ഷാമിനയോടെ പറയുന്നുണ്ട്, കഥാമൃതത്തിന്റെ കാതൽ സ്വന്തം ജീവിതത്തിൽ നിന്നും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നും ആർജിച്ചെടുത്ത അനുഭവങ്ങളുടെ ആവിഷ്കാരമാണ്. കഥാവതരണം നടത്തിയ സുചിത്ര കൃഷ്ണ മാഡത്തിനും RJ ജിഷ മാഡത്തിനും ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ എന്ന് ഷാമിന സുരേഷ് ഷാമിനയോടെ ഇവിടെ പറയുന്നുണ്ട്. ഒരുപാട് സ്നേഹം ഷാമിനയോടെ. നമ്മുടെ സുനിത കലേഷ്, സുനിതേച്ച് നല്ല കഥ നന്നായി അവതരിപ്പിച്ചു, ആശംസിക്കുന്നുണ്ട്, ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കുന്നുണ്ട്. ഓക്കെ, സൈമൺ തുളുക്കോട്, സൈമൺ സാർ ഇവിടെ പറയുന്നത്, ദീപ റാണി ടീച്ചറുടെ ചവിട്ടിക്കൊന്നത എന്ന കഥ കുറച്ച് നീണ്ടുപോയി എന്നൊരു തോന്നൽ, മനോഹരമായ കഥാവായനയും നന്നായി എന്നുണ്ട് സൈമൺ സാർ ഇവിടെ പറയുന്നത്. കുറച്ച് നീണ്ടുപോയി എന്നാണ് സൈമൺ സാറുടെ ഒരു പക്ഷം. ഓക്കെ, ദെൻ സുനിത കലേഷ്, സുനിതേച്ച് ഇവിടെ ലൈക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് സന്തോഷം. കാർത്തികേയൻ ആനന്ദ്, കാർത്തികേയൻ സാർ ഗ്രേറ്റ് എന്ന് പറയുന്നത് സന്തോഷം. ശ്രീഹരി സാർ ഇവിടെ പറഞ്ഞത്, എന്റെ അമ്മയുടെ കഥ ഇത്ര മനോഹരമായി അവതരിപ്പിച്ച് കേട്ടതിൽ വളരെയധികം സന്തോഷം എന്ന് പറയുന്നത്. ഓക്കെ, ദീപാറാണി മാഡത്തിന്റെ അമ്മയുടെ മോന ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ കഥാകൃത്തിന്റെ. ഓക്കെ, ഒരുപാട് സന്തോഷം. ഓക്കെ, ഒത്തിരി എന്റെ അമ്മയുടെ കഥ ഇങ്ങനെ വായിച്ചു കേട്ടതിൽ വളരെ സന്തോഷം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രീഹരി സാർ. ഒരുപാട് സ്നേഹം അറിയിക്കുന്നുണ്ട്. നമ്മുടെ ദീപാറാണി മാഡത്തിന്റെ മകനാണെന്ന് വിചാരിക്കുന്നു അല്ലെ? ടീച്ചർക്ക് അറിയാവുന്നതാണോ അവരെ?
ഇല്ല, മാഡത്തിന് ഇവിടെ സംസാരിച്ചതുകൊണ്ട് ഇതോടനുബന്ധിച്ചാണ് ഞാൻ സംസാരിച്ചത് ഓക്കെ മാഡത്തിനോട്. ഓക്കെ ഓക്കെ. അനിലേട്ടനാണ് സെലക്ട് ചെയ്തത് അല്ലേ കഥ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ. പ്രകാശ് സാർ ഇവിടെ പറയുന്നത് കഥ പറച്ചിൽ ഒരു കല തന്നെയാണ്, മികച്ച അവതരണം തന്നെ. ചലച്ചിത്രത്തിന് കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുക്കുന്ന മാതിരി ചലച്ചിത്രത്തിൽ വിഷ്വൽ കാണാം, പക്ഷെ കഥാവതരണത്തിന് ലിപികളിൽ കഥാപാത്രങ്ങളെ കാണണം. സുചിത്രയോടൊരു ചെറിയ നിർദ്ദേശം: കഥ പറയുമ്പോൾ ഷീറ്റുകൾ മറിക്കാതെ പ്രത്യേക ഷീറ്റ് മാറ്റുമ്പോൾ ലാഗ് ഒഴിവാക്കാം. ന്യൂസ് റീഡേഴ്സിന് ചെയ്യുന്ന പോലെ. അഭിനന്ദനം, നല്ലോണം കഥയുടെ ഫീൽ കിട്ടിയ ഭാഗങ്ങൾ എന്ന് നമ്മുടെ പ്രകാശ് സാർ ഒരു സജഷൻ പറയുന്നുണ്ട്. അപ്പൊ അടുത്ത തവണ നമുക്ക് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ? തീർച്ചയായിട്ടും നല്ലൊരു നിർദ്ദേശമാണ്. തീർച്ചയായിട്ടും. അതെ, തീർച്ചയായും. ഷർഫുദ്ദീൻ സാർ നല്ല കഥ, മികച്ച അവതരണം, അഭിനന്ദനം എന്ന് പറയുന്നത് ഷർഫുദ്ദീൻ സാർ അവിടെ. ഓക്കെ, അതെ. നമ്മുടെ മാഗ്ലിൻ ചേച്ചി എത്തിയിട്ടുണ്ട്. മാഗ്ലിൻ ജാക്സൺ നല്ല കഥാവായനയും നന്നായിട്ടുണ്ട്, ആശംസകൾ എന്ന് പറയുന്നത്. മാഗ്ലിൻ ചേച്ചി ഒരുപാട് സ്നേഹം അറിയിക്കുന്നുണ്ട്. ആശംസകൾ ജിഷക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കുന്നുണ്ട്. മാഗ്ലിൻ ചേച്ചി ഒത്തിരി സ്നേഹം അറിയിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് പേരുടെ കമന്റുകളൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ചു. അപ്പൊ നമുക്കിനി ഒരു കഥയും കൂടിയാണല്ലേ അവശേഷിക്കുന്നത് ടീച്ചർ? അതെ അതെ. ഓക്കെ, കഥ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നത് ഒരു കലയാണ്. അഭിനന്ദനൻ ലക്ഷ്മി ലക്ഷ്മി ചേച്ചി ഇവിടെ പറഞ്ഞു. എനിക്കും ഈ വലത് സൈഡില് അകത്തൊരു ചെറിയൊരു ഇത് മുറിവുള്ളതുകൊണ്ട് സംസാരിക്കുമ്പോ ഇങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നത്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഇറക്കി സംസാരിക്കുന്നത്. ഓക്കെ, നല്ല കഥ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നത് ഒരു കലയാണെന്ന് പറയുന്നത് തീർച്ചയായും. അപ്പൊ സുചിത്ര മാഡത്തിന്റെ കഥകൾ വായന ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഒത്തിരി പേര് പറഞ്ഞു അല്ലേ ടീച്ചർ? വളരെ സന്തോഷം, തീർച്ചയായിട്ടും സന്തോഷമുണ്ട് എനിക്ക്. നല്ലൊരു കമന്റ്സ്. നമുക്ക് മണികണ്ഠൻ സാറുടെ കഥയിലേക്ക് കിടക്കാം അല്ലെ? സാറ് തൃശ്ശൂർ ജില്ലയിലെ എടത്തിരിഞ്ഞിയിലാണ് താമസം. സാറ് 2 കഥാസമാഹാരങ്ങളാണ് സാർ ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സാറിന് കുറച്ച് പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. എഴുത്തച്ഛൻ മലയാള സാഹിത്യയുടെ കൃതി സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ വ്യക്തിയാണ്. അതോടൊപ്പം മലയാള സാഹിത്യ പുസ്തക പ്രസാധക സംഘത്തിന്റെ ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തെളിഞ്ഞ ട്രസ്റ്റിന്റെ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിരവധി പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട്. മണികണ്ഠൻ മാഷ്ടെ ഇനി വരാനിരിക്കുന്ന, പ്രകാശനം ചെയ്യപ്പെടാനിരിക്കുന്ന ഹിമദിദി എന്ന പുസ്തകത്തിലെ ഒരു കഥയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാഷയുടെ ബാക്കിയുള്ള രചനകളെല്ലാം അതോടനുബന്ധിച്ച് അതേപോലെയുള്ള നല്ല രചനകളാണ്. അപ്പൊ മാഷയുടെ പുസ്തകത്തിലേക്ക്, നമ്മുടെ കഥയിലേക്ക് കടക്കാം അല്ലെ? തീർച്ചയായും. ഞാൻ ആ കഥ ഇപ്പോ കമന്റ് ബോക്സിൽ ഞാനിപ്പോ ഇട്ടിട്ടുണ്ട്. അപ്പൊ പ്രേക്ഷകർ എല്ലാവരും വായിക്കും. അതോടൊപ്പം ടീച്ചർ വായിക്കുന്നതോടൊപ്പം പ്രേക്ഷകരോട് വായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ ടീച്ചർ? തീർച്ചയായിട്ടും. ഓക്കെ. ആട്ടുന്തല അമ്മച്ചി എന്നാണ് കഥയുടെ പേര്. നീ ഇത് എന്ത് ഭാവിച്ച? അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഞാനൊന്നും ഭാവിച്ചല്ല. അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. ഈ വയസ്സുകാലത്ത് ഒരാളെ തല്ലുകൊള്ളാൻ എനിക്ക് പറ്റൂല, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനിപ്പോ അമ്മേനെ ആരാ ഇവിടെ തല്ലിയത്? അത് ശരി, അപ്പൊ തല്ലാത്തതാണ് കുഴപ്പം. എന്നാ നീ അവളെ കൊണ്ട് എന്നെ തല്ലിക്കടാ. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. എന്തേലും മിണ്ടിയ കുറ്റം, മിണ്ടിയില്ലെങ്കിൽ കുറ്റം. വെറുതെ അല്ല രമ്യ പറഞ്ഞത്. അത് ശരി, എന്തുട്ടണ്ടാ അവള് പറഞ്ഞത്? പറയടാ. എടാ പറയാൻ. ഒന്നുമില്ല, നിങ്ങളുടെ തലയ്ക്ക് നല്ല സുഖല്യ, വല്ല ഊളംപാറയിലും കൊണ്ടിടാൻ, അത്ര തന്നെ. അത് ശരി, അവൾ അത്രയ്ക്കായില്ലേ? വന്ന് കേറിയിട്ട് ഒരു കൊല്ലം കൂടി ആയിട്ടില്ല, അപ്പോഴേക്കും അവളെന്റെ മോനെ പറഞ്ഞ് പാട്ടിലാക്കി. അതും പോരാണ്ട് ഇപ്പോ എന്നെ ഊളംപാറയിൽ കൊണ്ടിടാൻ പറഞ്ഞിരിക്കണേ. അപ്പോ അവള് ആരാ മോള്? എവിടെ അവള്? ഇങ്ങോട്ട് വിളിക്കടാ അവളെ. ആ അളക്കിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ. അമ്മേ, അവൾ വയ്യാത്തതല്ലേ, അവൾ അവിടെ കിടന്നോട്ടെ. എന്ത് വയ്യായി അവൾക്ക്? ഈ ലോകത്ത് ആദ്യമായിട്ടൊന്നല്ല ഒരു പെണ്ണ് പ്രസവിക്കാൻ പോണത്. അതിന് ഇത്രമാത്രം റെസ്റ്റ് ഒന്നും വേണ്ട. ഞാനും പെറ്റതാ 4-5 എണ്ണത്തിനെ. ഒരാളും ഉണ്ടായില്ല റെസ്റ്റിക്കാൻ. പടിഞ്ഞാപ്പുറത്ത് ഒരലില് നെല്ലുത്തുമ്പോഴാ ദേവുവിനെ പ്രസവിച്ചത്. ആ ഒരലും കടക്കല് അറിയോ നിനക്ക്? ഓ, ഈ പഴംപുരാണൊക്കെ ഞാൻ കുറെ കേട്ടതാ. നിങ്ങൾക്കത് പഴംപുരാണായി ഇപ്പോ അല്ലേ? അല്ലെങ്കിലും തൊലി വെളുത്ത പെണ്ണുങ്ങളെ കിട്ടിയാ നിന്നെ പോലെ ഉള്ളവര് അങ്ങനാ. അമ്മ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. എന്റെ തൊലി വെളുത്തത് എന്റെ കുറ്റം കൊണ്ടാണോ? വന്നല്ല നേത്തിയാരമ്മ. നേത്തിയാരമ്മ ഞാനല്ല, നിങ്ങളാ. അതെടി, ഞാൻ നേത്തിയാരമ്മ തന്നെയാ. എന്തേ, നിനക്ക് പിടിക്കുന്നില്ലേ?
എന്തൊരു കഷ്ടാ ഇത്. രമേശ് ചേട്ടാ, നിങ്ങളുടെ അമ്മോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. ഒറ്റ കേൾക്കുമ്പോ എനിക്ക് തലവേദനിക്കണോ. ആ ആ, 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 അത് ശരി. അപ്പൊ ഇനി നിനക്ക് എന്റെ ഒച്ചയും കൂടി ഇല്ലാണ്ടാക്കണം അല്ലേടി? അതിനുള്ള പുറപ്പാടാ. ദേ തള്ളേ, ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ. ഞാൻ സീരിയലിൽ ശാലിയൊന്നുമല്ല. കേട്ടടാ, അവള് വിളിച്ചത് തള്ളേന്ന്. വന്നപ്പോ എന്തായിരുന്നു അമ്മേ എന്നങ്ങടെ വിളിക്കണ കേട്ടാ. എന്റെ സ്വന്തം മക്കള് വരെ ദൂരെ ഇരിക്കും. ഇപ്പോ ഞാൻ തള്ളയായി അവൾക്ക്. അത് നിങ്ങളുടെ സ്വഭാവത്തിന്റെയാ. എന്താടി എന്റെ സ്വഭാവത്തിന് എന്താടി കുഴപ്പം? ദേ, നിങ്ങൾ രണ്ടാളൊന്നും വെറുതെ ഇരിക്കണുണ്ടോ? അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ആൾക്കാർ എത്തി നോക്കി തുടങ്ങി. ആൾക്കാർ നോക്കട്ടെ, അതിനല്ലേ അവളിപ്പോ എണീറ്റ് വന്നത്. ഞാൻ വന്നതാണോ കുഴപ്പം? നിങ്ങൾ അമ്മയും മോനും അതിനു മുമ്പേ തുടങ്ങിയതല്ലേ. അതെടി, ഞങ്ങൾ അമ്മയും മോനും ആവുമ്പോ അങ്ങനെ പലതും പറയും. അതിന് നിനക്കെന്താ? അതെ, നിന്റെ ഭർത്താവും കൂടിയാ, അത് മറക്കണ്ട. എന്നാടി നിന്റെ ഭർത്താവായത്? 10-28 കൊല്ലം എന്റെ മോനായതിനു ശേഷല്ലേ നിന്റെ ഒരു കർത്താവായത്. ഈ തള്ളയുടെ നാക്കിനൊരു കുഴപ്പമില്ലല്ലോ ദൈവമേ. അതെടി, എന്റെ മിണ്ടാട്ടം മുട്ടാ നീ വഴിപാട് നേരെ. അമ്മ ഒന്ന് നിർത്താനുണ്ടോ? നീ ആദ്യം അവളോട് പറയടാ നിർത്താൻ. രമ്യേ, നീയെങ്കിലും ദൈവത്തിനോർത്ത് ഒന്ന് നിർത്തുവോ? ആ, അല്ലെങ്കിലും എനിക്കിവിടെ 2ാം സ്ഥാന. ഞാനൊന്നും മിണ്ടുന്നില്ല. രമേശേട്ടാ, നീ ഒന്ന് മിണ്ടാതെ കിടന്നേ. രമേശേട്ടന് വിഷമായോ? എന്തിന്? ഞാൻ അമ്മയോട് അങ്ങനെ പറഞ്ഞേന്. അതൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിലും അമ്മ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല. എനിക്കത് തോന്നാറുണ്ട്. ഇല്ലേ, ചേട്ടനും അങ്ങനെ തോന്നിയിട്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലാവണ്ടല്ല, പിന്നെ അമ്മയല്ലേ എന്ന് വിചാരിച്ച് ഒന്നും പറയാത്തതാ. അതല്ലേ നിങ്ങൾ വഴക്കൂടിയപ്പോ ഞാൻ മിണ്ടാതെ നിന്നത്. അമ്പട സൂത്രക്കാരാ. ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ഡോസ് നീ അമ്മയ്ക്ക് കൊടുത്തോ. അതൊരു മരുന്നാ. എനിക്കത് മതി. ചേട്ടൻ എന്റെ കൂടെയാണെന്ന് എനിക്ക് തോന്നിയാ മതി. അത്രേ ഉള്ളൂ. ഞാൻ നിന്റെ കൂടെയല്ലാതെ പിന്നെ ആരുടെ കൂടെയാ എന്റെ പൊന്നെ? ആ ലേറ്റ് കിടത്തട്ടെ. ഓക്കേ. അവളെന്തിയടാ? ബാത്റൂമിലാ, കുളിക്കാൻ കേറി. നീ കൈ കഴുകിവാ. അമ്മ നിനക്ക് ഇഷ്ടമുള്ള വെള്ളപ്പം മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. വാ, ഇരിക്കേ. എന്നാ പിന്നെ ഇതൊക്കെ നേരത്തെ പറയണ്ടേ എന്റെ ആട്ടുന്തല അമ്മച്ചി? വേണ്ട വേണ്ട, നീ ഇപ്പൊ കുറെ നാളായി ആട്ടുന്തല വാങ്ങി തന്നിട്ട്. അമ്മച്ചി വിഷമിക്കണ്ട, ഇന്ന് ഞായറാഴ്ചയല്ലേ. ഇന്ന് എന്തായാലും ഒരു കറുത്ത മുട്ടനാടിന്റെ തല തന്നെ വാങ്ങിക്കൊണ്ടുവരും. എന്നാ ഞാനെല്ലാം അരിഞ്ഞു വെക്കട്ടെ. മോന് ഇന്നലെ വിഷമായോ? എന്തിനാ അമ്മേ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞേന്? അതൊന്നും സാരല്ല അമ്മേ. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു ഡോസ് കൊടുത്തില്ലെങ്കിലേ അവൾ എന്റെ തലേ കയറി നിരങ്ങും. അമ്മേനെങ്കിലും കുറച്ച് പേടിയുള്ളത് നല്ലതാ. അമ്മയ്ക്ക് അവളോടൊരു ദേഷ്യമില്ല മോനെ. നിങ്ങളുടെ നന്മയ്ക്കാ അമ്മ ഇങ്ങനെ പറയണത്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ അമ്മേ. ആ, എനിക്കത് മതി. മോന് 2 വെള്ളപ്പം കൂടി തരട്ടെ? മതി അമ്മച്ചി, വയറ് നിറഞ്ഞു. കഥ ഇവിടെ പൂർണ്ണമാകുന്നു അല്ലെ. വളരെ നല്ലൊരു കഥ തന്നെയായിരുന്നു. അപ്പം നമുക്ക് കഥയെ കുറിച്ച് തന്നെ ടീച്ചർ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് കമന്റ്സിലേക്ക് പോകാം അല്ലേ ടീച്ചർ? നിരവധി കുടുംബങ്ങളിലെ ഇതുപോലുള്ള തർക്കങ്ങളും അമ്മായിമ്മയും മരുമകൾ തമ്മിലുള്ള പോരിനിടയിലെ ഏറ്റവും കൂടുതൽ നിസ്സഹായരെ പോകുന്നത് ഭർത്താക്കന്മാരാണ്. അവരവിടെ ആരെ സപ്പോർട്ട് ചെയ്യണം, ഏത് തീരുമാനത്തിൽ എത്തി നിൽക്കണം എന്നുള്ളൊരു വല്ലാത്തൊരു അവസ്ഥയുണ്ടല്ലോ. ഭയങ്കര ധർമ്മസങ്കടമാണ്. അപ്പൊ ഇതില് 2 പക്ഷത്തും ചേരാതെ നിഷ്പക്ഷമായി നിൽക്കുന്നുണ്ട്. എന്നാൽ 2 പേർക്കും തെറ്റി വരുന്ന രീതിയിലുള്ള മറുപടികളും കൊടുത്തിട്ട് പോകുന്ന ഒരു നല്ലൊരു നിർദ്ദേശമാണ്. ബാക്കിയുള്ളവർക്ക് അത് പാത പിന്തുടരാം എന്ന് പറയുന്ന പോലെ ഈ പാത പിന്തുടരുകയാണെങ്കിൽ കുറെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാവും. ഒടുവിൽ ആ അമ്മ കുറച്ച് മനസ്സ് ഇറക്കുള്ള ഒരു അമ്മയാണ്. പക്ഷെ അമ്മ ആ സമയത്ത് ദേഷ്യം വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതികരണം മാത്രമാണ് അമ്മയ്ക്ക്. ലാസ്റ്റ് മക്കളാണെന്നുള്ള തോന്നലേക്ക് അമ്മ വരുന്നുണ്ട്. എല്ലാ അമ്മമാരും അങ്ങനെയാണ്. നമ്മൾ സ്നേഹിച്ചാൽ സ്നേഹം കിട്ടാതെ പോകുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത്. സ്നേഹവും പരിഗണനയും കൊടുത്താൽ ഏത് ക്രൂരനും ഏത് റഫ് മൈൻഡുള്ള ആളും ഒന്ന് എന്താ പറയാ നമ്മളോട് ചേർന്ന് നിൽക്കും. അത് കഥയിൽ വളരെ ഒരുപാട് സന്ദേശങ്ങളുണ്ട് കുടുംബങ്ങൾക്ക്. അമ്മയും മരുമകൾ പോരില് പിന്നെ ഒട്ടുമിക്കതും വരുന്നത്, അതായത് അവര് എന്താ പറയാ പ്രസവിച്ച്
എന്താ പറയാ ഇല്ലായ്മയിലും വല്ലായ്മയിലും തന്റെ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി വന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് കുറെ നാളുകൾക്ക് ശേഷം ആ സ്നേഹത്തിൽ എന്തെങ്കിലും ഒരു മങ്ങലേൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ള ഒരു പ്രതികരണമാണ്. അതാണ് ഈ പലതും അമ്മായിയമ്മ പോരിലേക്കും പല വിഷയങ്ങളും എത്തുന്നത്. ആ ഒരു അവർക്ക് അവരാഗ്രഹിക്കുന്ന കുറെ സ്നേഹങ്ങളുണ്ട്, കുറെ കെയറുകളുണ്ട്. അത് മക്കളിൽ നിന്ന് ആഫ്റ്റർ മാരേജ് വിവാഹത്തിന് ശേഷം അവർക്ക് ലഭിക്കാതെ വരുമ്പോ ഉണ്ടാകുന്ന ഒരു മാനസിക എന്താ പറയാ മാനസികമായിട്ടുള്ള ഒരു വിഷമവും കൂടിയാണ് അതിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്നത്. നമുക്ക് പലപ്പോഴും സൂക്ഷിച്ച് നോക്കി അറിയാം. ജിഷക്കുട്ടി, നമ്മളിപ്പോ ഒരു റീസെന്റ് ഒരു സംഭവം കേട്ടില്ല, ഒരു അധ്യാപികയാണെന്ന് ഓർക്കണം, ആ അമ്മയെ ക്രൂരമായി മർദ്ദിച്ചതൊക്കെ അല്ലെ. അതെ അതെ, തീർച്ചയായും സാംസ്കാരികമായി വളരെ ഉയർന്നു നിൽക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അവിടെ എന്താ പറയാ, വാർദ്ധക്യം ഒരു ശാപമൊന്നുമല്ല, അവസ്ഥയാണ്, എല്ലാവരിലേക്കും എത്തുന്ന ഒരു അവസ്ഥ കൂടിയാണ്. അത് മനസ്സിലാക്കണം. പരിഗണന കൊടുക്കുക, സ്നേഹം കൊടുക്കുക. പിന്നെ അമ്മ മകൾ എന്നുള്ള, ഒരിക്കലും അമ്മായിയമ്മ അമ്മയാവില്ല എന്ന് പറയുന്നത്. പക്ഷെ ആക്കാൻ നമുക്ക് ശ്രമിക്കാലോ, അത്രേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അതിനേക്കാൾ എല്ലാം നല്ലത്, എല്ലാം നമുക്ക് സിംപ്ലി നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്തലാണ്. ആ ഒരു മഹത്വം അല്ലെങ്കിൽ ആ ഒരു കഴിവ് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും ഉണ്ടാവുന്നത്. അപ്പൊ പുരുഷൻ ഇപ്പൊ രണ്ടുപേരെയും ചേർത്ത് നിർത്തുന്നത് ആ കുടുംബം മുന്നോട്ട് പോകാനാണ്. അതുപോലെ സ്ത്രീകളും ആ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് ശ്രമിച്ചു നോക്കണം. അതുപോലെ അമ്മയാണെങ്കിലും മരുമകളാണെങ്കിലും ആ ഒരു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചേർത്ത് നിർത്തൽ എപ്പോഴും ഉണ്ടാവണം. കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയും, പിണക്കം ഉണ്ടാവും, ചിലപ്പോ വലിയ വഴക്കാവും. പക്ഷെ അതിനുശേഷവും നമുക്ക് ചേർത്ത് നിർത്താൻ ഒരു മനസ്സുണ്ടായാൽ മാത്രമേ ഒരു കുടുംബം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ അതിൽ തന്നെ പിടിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ കുടുംബത്തിലേക്ക് പറിച്ചു നടപ്പെടുമ്പോ അവിടെ ചെല്ലുമ്പോൾ അത് എന്റെ കുടുംബമാണെന്ന് തോന്നലുണ്ടാകും. അവിടുത്തെ അച്ഛനും അമ്മയും അദ്ദേഹത്തെ സ്നേഹിച്ചും പരിചരിച്ചും വളർന്നതാണ്. അദ്ദേഹത്തിന്റെ ബാല്യം മുതലേ അദ്ദേഹത്തിന് ആ സ്റ്റേജിൽ വരെ എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടവരാണെന്നുള്ള തോന്നലോടുകൂടി പോകുന്ന പോസസീവ്നെസ് ആണ് കൂടുതൽ. അതാണ് സ്വാർത്ഥ മനോഭാവമാണ് കൂടുതലും ഉണ്ടാവുന്നത്. അത്തരത്തിലാണ് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ സാംസ്കാരികമായിട്ട് ഒരു മെച്ചപ്പെടലും ഇല്ലാത്തവര് എവിടെ പോയാലും അതേ സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്ത് പോകും എന്നുള്ളത് ഒരു സത്യാവസ്ഥ കൂടിയാണ്. നമ്മൾ ജനിച്ചു വളർന്ന വീട് എങ്ങനെയാണോ അതിനെയും കൂടെ ആസ്പദമാക്കി ഇരിക്കും എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അപ്പൊ നമുക്ക് ഇതിന് പല മാനങ്ങളുണ്ട്, പല രീതിയിലും ഇതിനെ നോക്കിക്കാണാം എന്നുള്ളതാണ് അല്ലേ ടീച്ചർ? വളരുന്ന ചുറ്റുപാടുകള്, ഒരു വ്യക്തി വളരുന്ന ചുറ്റുപാടുകള് അവളെ അല്ലെങ്കിൽ അവനെ സ്വാധീനിക്കുമല്ലോ. അത് ഒരു പക്ഷെ പോകുന്ന കുടുംബത്തിന് അതേ ശീലങ്ങൾ തന്നെ പാലിക്കാനാണ് സാധ്യത കൂടുതല്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മൾ കൂടുതലായിട്ടും ഈ അണുകുടുംബത്തിലേക്ക് ചുരുങ്ങിയപ്പോ എനിക്ക് എന്റെ ചുറ്റുവട്ടം എന്ന് പറയുന്നത് ചെറുതാണ്. അപ്പോൾ നമ്മൾ കയറിപ്പോകുന്നിടത്തും എന്റെ ചുറ്റുവട്ടം ചെറുതാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. വലിയ ചുറ്റുവട്ടത്തിലേക്കല്ല, അവർക്ക് അവരിലേക്ക് ഒതുങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ്, ആ സ്പേസിനകത്ത് എനിക്ക് വേണ്ടപ്പെട്ട എന്റെ ഭർത്താവും എന്റെ മക്കളും നിൽക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ഇത് എത്രയും പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് തന്നെ പറയാം. അതിലൂടെ അത് സഫർ ചെയ്യുന്ന എത്രയോ പേരുണ്ട് എന്നുള്ളതാണ്. ഇതൊരു വലിയൊരു പ്രശ്നമാണ്. പറയുമ്പോൾ നമുക്ക് നിസ്സാരവും ചിരിയും കളിയും ആക്കി പറയേണ്ട വിഷയമാണെങ്കിലും ഒരു കുടുംബം ഇല്ലാതാവാൻ ഒരു വാക്ക് മതി എന്നുള്ളതാണ് ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് കൂട്ടുകുടുംബമാണ് പങ്കുവെക്കൽ മനോഭാവം, എല്ലാം കൊണ്ടും അവിടെ സഹവർത്തിത്വം ഒക്കെ ഉണ്ടാവുന്നത് അതിലാണ്. അവിടെ അത് നഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് കമന്റ്സിലേക്ക് പോകാം ടീച്ചർ. ദെൻ മാഗ്ലിൻ ചേച്ചിയുടെ കമന്റ് വരെയാണ് വായിച്ചത്. ശശി പി കെ ചൈതന്യ, ശശി സാർ ഇവിടെ പറയുന്നുണ്ട്, റേഡിയോ രംഗനും കഥാമൃത സൗഹൃദങ്ങൾക്കും നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം സാർ, കഥ മികച്ച അവതരണമാണ്, അഭിനന്ദനം എന്ന് പറയുന്നുണ്ട് ഷർഫുദ്ദീൻ സാറ്. എ കെ ശശി വെട്ടിക്കവല, എ കെ ശശി സാർ ആശംസ നൽകുന്നുണ്ട്, ഒരുപാട് സ്നേഹം അറിയിക്കുന്നുണ്ട്. ഹായ്, നല്ല ആലാപനം, സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ആലാപനോ അപ്പു പിരപ്പൻകൂട്, അപ്പു സാർ പറഞ്ഞിട്ട് ഇന്ന് കഥാമൃതമാണോ സാർ. നമുക്ക് ഇത് നമ്മുടെ വിനോദ് ശ്രീധർ ആനേറ വിനോദ് സാർ ഇവിടെ പറയുന്നുണ്ട്, എല്ലാവർക്കും സ്നേഹ സായന്തനം, ചില മീറ്റിങ്ങുകളുടെ തിരക്ക് മൂലം വൈകിപ്പോയി എന്ന് പറഞ്ഞിട്ട് ശ്രീധർ സാർ ഒരുപാട് സന്തോഷം, നമ്മുടെ ഈ ആഴ്ചയിലെ സ്റ്റാറാണ്, ഒരുപാട് സ്നേഹം അറിയിക്കുന്നുണ്ട്. നമ്മുടെ വിനോദ് സാറിനും ലക്ഷ്മി ചേച്ചി രണ്ടുപേരുമാണ് സ്റ്റാർ ഓഫ് ദ വീക്ക്, ഒക്കെ ഒരു സ്റ്റാർസ് ഓഫ് ദ വീക്ക്. ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട് വിനോദ് സാറിനും ലക്ഷ്മി ചേച്ചിക്കും റേഡിയോ രംഗഫമിന്റെ സ്നേഹം അറിയിക്കുന്നുണ്ട്. സുഷമാദേവ് ടീച്ചർ നവകേരള സദസ്സിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിട്ട് ഇപ്പോൾ തിരിച്ചെത്തിയതേ ഉള്ളൂ, 1 മണിക്കൂറോളം വൈകിപ്പോയെന്ന് പറഞ്ഞിട്ട് സുഷമ ടീച്ചർ ആകെ തിരക്കിലാണ് കുറച്ച് നാളായിട്ട്. ഓക്കെ ടീച്ചർ, ഒരുപാട് സന്തോഷം. സുനിത കലേഷ്, സുനിതീച്ച് ഇവിടെ റേഡിയോ രംഗ്, ആർ ജെ ജേഷക്കുട്ടിക്കും
സുചിത്ര മേഡത്തിന് അഭിനന്ദനം പറയുന്നുണ്ട്. സുനിതേച്ചി ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കുന്നുണ്ട്. ജോസ് പി ബി തിന്റെ സൂപ്പർ 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 എന്നുണ്ട്. ജോസ് സാറെ ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കുന്നുണ്ട്. ലൈവിലേക്ക് സ്വാഗതം. സൈമൺ സാർ ഇവിടെ പറയുന്നുണ്ട്, മണികണ്ഠ മാഷിന്റെ ആട്ടുന്തലമ്മച്ചി ഗംഭീരം കഥ, നല്ല ഭാഷ, കഥയുടെ മൂല്യം അല്പവും ചോർന്നു പോകാതെ അവതരണം, വലിയൊരു കാര്യത്തെ ഒരു ആടിന്റെ തലയിൽ ഒതുക്കി തീർക്കാൻ ശ്രമിച്ച കൗശലം നന്നായി, രണ്ടുപേർക്കും അഭിനന്ദനം സൈമൺ സാർ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ബിനു കൊച്ചുവിട് ബിനു സാർ ആശംസ നൽകുന്നു. ബിനു സാർ ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ കഥാ അവതരണം ഇവിടെ കഥാമൃതം പൂർത്തിയാണ്. ഒരുപാട് സന്തോഷം. ബ്യൂട്ടിഫുൾ സ്റ്റോറി ഫ്രം സർ മണികണ്ഠൻ ആൻഡ് മാം സുചിത്ര. റിയലി യുവർ വേർഡ്സ് വേവ് മാജിക് ആൻഡ് ടച്ച്, എന്താ പറയാ, കൗണ്ട്ലെസ് ഹാർട്സ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ അഭിരാജ് സാർ. ഒരുപാട് സന്തോഷം. അഭിരാജ് സാർ നല്ലൊരു സപ്പോർട്ടറായിട്ട് എത്തിയിട്ടുണ്ട്. അഭിരാജ് സാർ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ റേഡിയോ റംഗത്തിന്റെ പേജ് ഒന്ന് ലൈക്ക് ആൻഡ് ഫോളോ ചെയ്യാൻ മറക്കരുത് എന്നുള്ള കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഓക്കെ, ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് എല്ലാ കമന്റ്സും ഇവിടെ വായിച്ചിട്ടുണ്ട്. സുചിത്ര ടീച്ചർ 3 കഥകൾ എന്ന് വായിച്ച്, വ്യത്യസ്തമായിട്ടുള്ള 3 കഥകൾ, 2 മനോവ്യഥ ഉണ്ടാക്കുന്നത്, ഒന്ന് കുറച്ചുകൂടെ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു കഥയും കൂടിയായിട്ട് മാറിയിട്ടുണ്ടെന്ന് തന്നെ പറയാനല്ലേ ടീച്ചർ? തീർച്ചയായിട്ടും വളരെ മനോഹരം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാറായി. അപ്പൊ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നിർത്താം. പറഞ്ഞോളൂ ടീച്ചർ. ഓക്കെ, ഇപ്പോ എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് ഇതുപോലെ തന്നെ തുടരുക. എല്ലാവരും കാണുക, പരിപാടി കാണുക, എഴുത്തുകാരെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക, അവരുടെ രചനകളെല്ലാം വായിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും പുതിയ കഥകളുമായിട്ടൊക്കെ നിങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇടയിലേക്ക് പുതിയ കഥകളുമായിട്ട്, വ്യത്യസ്തമായ കഥകളുമായിട്ടും പുതിയ രചയിതാക്കളെ പരിചയപ്പെടുത്താനും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. നിങ്ങളുടെ പൂർണ്ണമായ സ്നേഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടായിരിക്കണം. ഏവർക്കും ശുഭരാത്രി. തീർച്ചയായും. അപ്പോ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം കണക്ട് ചെയ്തിട്ടുള്ളത് 2 സ്ഥലങ്ങളിൽ നിന്നാണ്. ഒന്ന് വർക്കല സ്റ്റുഡിയോയിൽ നിന്നും നമ്മുടെ സുചിത്ര നമ്മുടെ റേഡിയോ രംഗത്തിന്റെ ആർജെ സ്റ്റുഡിയോയിൽ കണക്ട് ആയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നുമാണ് അല്ലെ സുചിത്ര? ഓക്കെ, അപ്പൊ രണ്ടുപേരും ഇത്രയും നേരം നിങ്ങളുടെ കഥാവിശേഷങ്ങളൊക്കെ കേൾക്കാനും ഒക്കെയാണ് ഇത്രയും നേരം നിന്നത്. കഥ മനോഹരമായിട്ട് പറയുകയും ചെയ്തു നമ്മുടെ സുചിത്ര മാഡം. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളും കമന്റ്സ് ഒക്കെ കേട്ട് ഇങ്ങനെ കാതോർത്തിരിക്കുകയായിരുന്നു നമ്മളപ്പോ. കുറെ കമന്റ്സ് എല്ലാം വിടാതെ തന്നെ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ സുചിത്ര ടീച്ചർ നമ്മുടെ റേഡിയോ രംഗത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ അതെ ഒക്കെ നമുക്ക് ലഭിക്കുന്നതിന്റെ സന്തോഷം അറിയിക്കുന്നുണ്ട്. അപ്പൊ അടുത്തൊരു ലൈവോട് കൂടി നമുക്ക് നമ്മുടെ ആർജെ ആയിട്ട് സുചിത്ര ആർജെ അറ്റ് റേഡിയോ രംഗം എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് സുചിത്ര ടീച്ചർ മെച്ചപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. വളരെ നല്ലൊരു കഥാവതരണമായിരുന്നു. ഒത്തിരി സന്തോഷം. നല്ല നല്ല കഥകൾ ഇതുപോലെ പ്രേക്ഷകർക്ക് ലഭിക്കട്ടെ. നമുക്ക് പണ്ടുകാലങ്ങളിൽ കഥ കേട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് കഥകൾ പറയാൻ ആളില്ല, കേട്ടിരിക്കാൻ ആർക്കും സമയമില്ല എന്നുള്ളതാണല്ലേ സുചിത്ര ടീച്ചർ? തീർച്ചയായിട്ടും ഇതിലൂടെ ഒരു പക്ഷേ വീണ്ടും ഒരു തിരിച്ചുവരവ് നടന്നേക്കാമെന്ന് വിചാരിക്കുന്നു. കഥകൾ വായിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എല്ലാവരും എത്തും. ഓക്കെ, എന്തായിരുന്നു ഒരുപാട് സന്തോഷം അറിയിക്കുന്നത്. ശുഭരാത്രി നേക്കെ ശശി വെട്ടിക്കവല ശശിത പറഞ്ഞത്. സുചിത്ര ടീച്ചർക്കും കഥയുടെ ഫീൽ അറിഞ്ഞ് കഥ പറയാനറിയാം. നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റിന്റെ പ്രൊഫഷണലിസം ഉണ്ട്. ഭാവുകങ്ങൾ എന്ന് പ്രകാശ് സാർ ഇവിടെ പറയുന്നുണ്ട് ടീച്ചറോട്. ഓക്കെ, തീർച്ചയായും. അഞ്ജു സന്തോഷ് ശുഭരാത്രി എന്ന് പറഞ്ഞിട്ട് അഞ്ജുവിടെ ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കുന്നുണ്ട്. അപ്പോ സൈഗൽ സാറോട് ലിസൺ ചെയ്യേണ്ട ഒത്തിരി സന്തോഷം അറിയിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും നേരം കഥാമൃതത്തിലെ കഥകൾ കേട്ടിരുന്ന, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ, ചോദ്യങ്ങൾ ചോദിച്ച, വിശേഷങ്ങൾ പങ്കുവച്ച എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ 1000 നന്ദി പറയുന്നു. സുനിത കെ കലേഷ്, സുനിതയ്ക്ക് ശുഭരാത്രി ആശംസകളൊക്കെ ഉണ്ട്. ഒരുപാട് സന്തോഷം. അപ്പൊ വിടവാങ്ങുകയാണ് നിങ്ങളുടെ സ്വന്തം ആർജെ ജിഷാന് ആൻഡ് നമ്മുടെ സ്വന്തം ആർജെ സുചിത്ര കൃഷ്ണ. എല്ലാവർക്കും ശുഭരാത്രി. സുഖം നേരുന്നു.
തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും Color your